എല്ലാ സാധനത്തിനും നികുതിയുണ്ട്. നികുതി ഒരു ലോക നിയമമാണ്. എന്നാൽ മനുഷ്യ ശരീരത്തിന്റെ നികുതി അത് പുണ്യ റമളാനിന്റെ നോമ്പാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ സമൂഹത്തിലും സമുദായത്തിലും നോമ്പ് ഉണ്ടായിട്ടുണ്ട്. 30 ദിവസം എന്ന നിലയിൽ ഈ നോമ്പിനെ ക്രമീകരിക്കപ്പെടുന്നതിന്റെ പിന്നിൽ ധാരാളം ചരിത്ര പ്രാധാന്യമായ സംഭവങ്ങൾ ഉണ്ടെങ്കിലും ശ്രദ്ധേയമായ ഒന്ന് കാണപ്പെടുന്നത് അള്ളാഹു വിലക്കിയ വിശക്കനി മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉദരത്തിൽ ദഹിക്കാതെ കിടന്നത് 30 ദിവസമാണെന്നും ഒരു ദഹനേന്ദ്ര പ്രക്രിയയുടെ ഏറ്റവും സുതാര്യമായ ആവശ്യമായി വ്രതവിശുദ്ധി വേണ്ടി വന്നു, ഉദരം പട്ടിണി കിടക്കേണ്ടി വന്നു എന്നും അതിന്റെ പേരിൽ ഒരു ജനിതകമായ ഘടനയിൽ ആ പാരമ്പര്യമായി വിഷാംശം മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്നതിനെ ദൂരീകരിക്കാൻ 30 ദിവസത്തിന്റെ ഉപവാസം മനുഷ്യവർഗത്തിൽ കൊല്ലത്തിലൊരിക്കൽ നിർബന്ധമാകേണ്ടി വന്നു എന്നും ചില ചരിത്രങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് റമളാനിന്റെ 30 ദിവസം എന്ന് കൃത്യമാക്കപ്പെട്ട സംവിധാനത്തെ പലരും വ്യാഖ്യാനിക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ റമളാനിനെ ഏത് അർത്ഥത്തിൽ കണ്ടു എന്നുള്ളതും ഈ സന്ദർഭത്തിൽ നമ്മൾ ഒന്ന് താരതമ്യം ചെയ്തുകൊണ്ട് വ്രതത്തിന്റെ വിശുദ്ധിയിലേക്ക് ഓരോരുത്തരും തയ്യാറാവേണ്ടതാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമളാൻ മാസം വരുമ്പോൾ ആ റമളാനിനെ റമളാൻ എന്ന് മാത്രം പറയുന്നത് പോലും വിലക്കിയിട്ടുണ്ട് എന്ന ഹദീസുകൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനം പറയുന്നിടത്ത് മഹാനായ ഇമാം ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീറിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. ഐഷ റളിയല്ലാഹു അൻഹയാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലാ തഖൂലു ജാഅ റമളാൻ വ ദഹബ റമളാൻ. റമളാൻ വന്നു, റമളാൻ പോയി, റമളാൻ 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 എന്ന് റമളാനിനെ തനിച്ച് പറയല്ലേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ എന്ന പദം ഫഇന്നഹു ഇസ്മു മിൻ അസ്മാഇല്ലാഹി തആല, അല്ലാഹുവിന്റെ നാമമാണ് റമളാൻ. അതുകൊണ്ട് ഷഹ്ർ എന്ന പ്രയോഗം ചേർത്തുകൊണ്ട് മാത്രമേ അതിനെ പറയാവൂ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പദം ഉച്ചരിക്കുന്നിടത്ത് പോലും ഒരു മതിയായ അദബ് നമുക്ക് വേണ്ടി വരണം, വേണ്ടതാണ് എന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശദീകരിക്കുന്നില്ല. റമളാനിന്റെ നിലാവ് കാണുമ്പോൾ തന്നെ സ്വർഗത്തിന്റെ അടിവാരത്തു നിന്നും ഒരു പരിമളം ഇങ്ങനെ അടിച്ചു വീശുന്നു. സ്വർഗത്തിലേക്ക് പരിമളം അടിച്ചു വീശുന്നു. അർശിന്റെ ചുവട്ടിൽ നിന്നും ഹൂറിലീങ്ങൾ അമ്പരന്ന് പോകുന്നു. സുഗന്ധപൂരിതമായ ആ കാറ്റിൽ അവർ ആസ്വദിച്ചുകൊണ്ട് പരിശുദ്ധ റമളാനിലെ നോമ്പുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു മാസത്തെ വരവേൽക്കാൻ വേണ്ടി, ഈ ഒരു മാസത്തോടുള്ളതായ സന്തോഷ പ്രകടനമായി അള്ളാഹുവിന്റെ സ്വർഗലോകം 11 മാസം ചമഞ്ഞൊരുങ്ങുന്നതിന്റെ ചമൽക്കാരത്തിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗം റമളാനിന്റെ ആദ്യത്തെ ദിവസമായി റമളാനിലേക്ക് വേണ്ടി സ്വർഗം 11 മാസം അണിഞ്ഞൊരുങ്ങുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ റമളാനിന്റെ മഹത്വങ്ങൾ അനവധി നിരവധി പ്രമാണ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ നോമ്പ് എന്ന് പറയുന്ന വിശുദ്ധമായ കർമ്മത്തിലൂടെ അതിനോടനുബന്ധമായി ചെയ്യുന്ന മറ്റു സുഹൃതങ്ങളിലൂടെ അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങാൻ വേണ്ടിയിട്ട് കൊല്ലത്തിലൊരിക്കൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും റീഫ്രഷ് ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ നോമ്പിന്റെ ചരിത്രപരമായ ചില പശ്ചാത്തലങ്ങളും അതിന്റെ നോമ്പ് നിർബന്ധിതമായ അവസ്ഥയിൽ നാം നേടിയെടുക്കേണ്ടതായ ആത്മീയമായ ചില ചൈതന്യങ്ങളും ഒന്ന് വിചാരണ ചെയ്യാൻ ഹ്രസ്വമായ സമയത്തിൽ ആഗ്രഹിക്കുന്നു. സർവശക്തൻ നമ്മുടെ അറിവിൽ ബറക്കത്തും അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. എന്തിനാണ് സഹോദര പരിശുദ്ധ റമളാൻ വഴി നമുക്ക് ഒരു നോമ്പിന്റെ നിർബന്ധിത എന്ന് നാം ആദ്യം ആലോചിക്കാം. ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എന്തിനാ നമുക്ക് നോമ്പ്? പരിശുദ്ധ റമളാനിന്റെ നോമ്പ് എന്തിനാ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. സർവ്വസമൂഹത്തിലും പരിശുദ്ധ റമളാനിന്റെ നോമ്പ് നിർബന്ധമായിരുന്നു. മനുഷ്യ സമൂഹത്തിൽ അല്ലാഹു നോമ്പ് നിർബന്ധമാക്കി. സ്നേഹത്തോടുകൂടെ മുഅ്മിനീങ്ങളെ വിളിക്കാം, ആദരവോടുകൂടെ മുഅ്മിനീങ്ങളെ വിളിക്കാം. എന്നിട്ട് അല്ലാഹു പറയാ, കുതുബ അലൈക്കുമുസ്സിയാം,
അല്ലാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. പൂർവീകരായ സമൂഹങ്ങളിൽ അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയതുപോലെ കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ ആളുകളിൽ നോമ്പ് നിർബന്ധമായതുപോലെ നിങ്ങളിലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് നോമ്പ് നിർബന്ധമായിരുന്നു, അതുപോലെ എന്തിനു വേണ്ടിയായിരുന്നു അവരിലും നിങ്ങളിലും നോമ്പ് നിർബന്ധമായതെന്നറിയുമോ? ലഅല്ലകും തത്തഖൂൻ. പരിശുദ്ധമായ നോമ്പ് നമുക്ക് തരുന്നതായ ആത്മീയ ചൈതന്യത്തിന്റെ വെളിച്ചമുണ്ടാവേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. നോമ്പ് കൊണ്ട് നന്നാവേണ്ടത് നമ്മുടെ ഖൽബാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഇബാദത്തിന്റെ കാര്യത്തിൽ പൂർവീക സമൂഹത്തോടൊക്കെ അല്ലാഹു എപ്പോഴും അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാ നമ്മോടും പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. പൂർവീകരായ സമൂഹത്തോട്, സമുദായത്തോട് അള്ളാഹുവിന്റെ കൽപ്പന, പൂർവകാല വേദങ്ങൾ കിട്ടിയവരോട് അള്ളാഹുവിന്റെ കൽപ്പന, എങ്ങനെ റബ്ബിനെ ഇബാദത്ത് ചെയ്യണമെന്നറിയുമോ? മുഖ്ലിസീന ലഹുദ്ദീൻ. ഹൃദയത്തിൽ തട്ടാത്തതൊന്നും അല്ലാഹുവിന് വേണ്ട, ആത്മാർത്ഥമായി ചെയ്യാത്തതൊന്നും അല്ലാഹുവിന് വേണ്ട, നമ്മൾ ഇഖ്ലാസോടുകൂടെ ചെയ്യാത്തതൊന്നും അല്ലാഹു സ്വീകരിക്കില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. നോമ്പ് അതിനുള്ളതാ. നോമ്പ് കൊണ്ട് ഉണ്ടാവേണ്ട നേട്ടം ഹൃദയം നന്നാവല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ സഹോദരങ്ങളെ, പൂർവികരങ്ങനെയായി ഈ വിഷയത്തെ കണ്ടിട്ടുള്ളത്. അമലുകൾ ചെയ്യുമ്പോൾ ഇഖ്ലാസ് എവിടെയാ നമുക്കുള്ളത്? നമ്മൾ യാന്ത്രികമായി ചില കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന പോലെയല്ലേ? നവാദിറുൽ ഖൽയൂബിൻ എന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് യുദ്ധത്തിന് പോവുകയാണ്. യുദ്ധത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ, മുസ്ലിം പക്ഷത്തിന്റെ നേതൃത്വത്തിലിരിക്കുന്ന നേതാവ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. മഹാനവറുകളുടെ ആകാര ഭാഷ എങ്ങനെയെന്നറിയുമോ? ഉയരം കുറഞ്ഞ മനുഷ്യനാ, ദൃഢമായ ശരീര ഭാഷയാ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായ യുദ്ധത്തിന്റെ പാഠവങ്ങൾ, ചുവടുവെപ്പുകൾ രണാങ്കണത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വത്തിൽ അലിയാർ തങ്ങൾ മുന്നിൽ നിന്നുകൊണ്ടങ്ങ് നയിക്കപ്പെടുമ്പോ ശത്രു സമൂഹത്തിന്റെ നേതാവ് നല്ല ഉയരമുള്ള മനുഷ്യനാ, ദൃഢമായ ശരീരമാ. ശത്രുപക്ഷത്തു നിന്നും അവർ എതിരേൽക്കുമ്പോൾ ചരിത്രത്തിൽ വിരളമായ ഒരു പോരാട്ടം സമാഗതമാവുകയാണ്. രണ്ട് നേതാക്കൾ തമ്മിൽ ഘോരമായ പോരാട്ടം. മുസ്ലിം ഉമ്മത്തിന്റെ പക്ഷത്തു നിന്നും അലിയാർ തങ്ങള് ശത്രുപക്ഷത്തിന്റെ നേതാവിനോട് നേർക്കുനേർ പോരാടുകയാണ്. സ്തംഭിച്ചു നിൽക്കുന്ന രണാങ്കണത്തിൽ ആയുധങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്നതിന്റെ ചിൽച്ചിൽ ശബ്ദവും പൊടിപടലങ്ങൾ പാറിപ്പറന്നു നിൽക്കുന്നതായ അവസ്ഥയും കണ്ണ് ചിമ്മാതെ എല്ലാവരും വളരെ ആകാംക്ഷയോടെ, ജിജ്ഞാസയോടെ, പ്രതീക്ഷയോടുകൂടെ നോക്കി നിൽക്കുമ്പോ അലിയാര് തങ്ങളെ നേരിടുന്ന ശത്രു സമൂഹത്തിന്റെ ആകാര സൗഷ്ഠവമുള്ള, ഉയരമുള്ള, വലിയ ശരീരമുള്ള ആ ശത്രുപക്ഷത്തിന്റെ നേതാവിന്റെ കയ്യിലുള്ള ആയുധം തെറിച്ചു പോകുന്നു. നല്ല രസമാ കണ്ടുകൊണ്ട് നിൽക്കാൻ. അലിയാര് തങ്ങളുടെ മനോഹരമായ ചുവടുവെപ്പുകൾ. ഉയരം കുറഞ്ഞ മനുഷ്യൻ ഉയരമുള്ള മനുഷ്യന്റെ മുന്നിലേക്ക് ചാടി വീഴുന്നതിന്റെ മനോഹരമായ കാഴ്ചകളെ കണ്ടാസ്വദിച്ചു നിൽക്കുന്ന ശത്രുപക്ഷത്തിന്റെയും ഇസ്ലാമിക പക്ഷത്തിന്റെയും അണികൾ മുഴുവനും അമ്പരന്ന് നിൽക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അലിയാര് തങ്ങളുടെ പ്രതിയോഗിയുടെ കയ്യിലുള്ള ആയുധം തെറിച്ചു പോകുമ്പോ മഹാനായ അലിയാര് തങ്ങളെ തൊട്ടടുത്ത സമയത്തിൽ ആ സഹോദരനെ മഹാനവറുകൾ പറന്നു ചെന്നുകൊണ്ട് ചുമലിൽ ഇടിച്ചുകൊണ്ട് മലർത്തിയടിക്കുമ്പോ അയാളുടെ ഉദരത്തിൽ കയറി നിന്നുകൊണ്ട് അലിയാർ തങ്ങളുടെ കയ്യിലുള്ള തിളങ്ങുന്ന ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ നെഞ്ചകം പിളർത്താൻ വേണ്ടി സുബ്ഹാനല്ലാഹ് അലിയാർ തങ്ങളങ്ങ് ശ്വാസം പിടിച്ചു നിൽക്കുമ്പോ പിടികൂടി നെഞ്ചിലിരുന്നതിൽ പിന്നീട് കൊല്ലാതെ വന്ന അലിയുന അവരോട്
ചോദിച്ചു എന്താ തങ്ങളെ വല്ലാതെ എഴുന്നേറ്റ് പോരാൻ കാരണം കൊല്ലാതെ. കയ്യിലുള്ള ആയുധം വലിച്ചെറിഞ്ഞുകൊണ്ട് നിരാശ നിറഞ്ഞ മുഖഭാവത്തോടുകൂടെ അലിയാർ തങ്ങൾ ശത്രുവിനെ കൊല്ലാതെ എഴുന്നേറ്റ് വരുമ്പോ സ്വഹാബത്ത് അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ചോദിക്കാ എന്താ കൊല്ലാതെ വന്നത്? അലിയാർ തങ്ങളുടെ മുഖത്ത് വല്ലാത്ത സങ്കടമാണ്. കൊല്ലാതെ വന്നു നിൽക്കുന്നു. അലിയാർ തങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയതായ ശത്രുവിനെ ആഞ്ഞാഞ്ഞ് വെട്ടുമെന്ന് കരുതിയ സ്വഹാബത്തിനോട് മഹാനായ അലിയാർ തങ്ങൾ പറയുന്ന വാക്കുകളുണ്ടല്ലോ മുഅ്മിനേ, ചിന്തിച്ചു നോക്കണേ. അടിപെട്ട് വീണവൻ എൻ മുഖത്തൊരു തുപ്പ്, അപ്പോൾ എനിക്കവനോട് വന്നു വെറുപ്പ്. അപ്പോൾ വധിച്ചാൽ എന്റെ ദേഷ്യം അടക്കലായി, അല്ലാഹുവിനല്ലാതെ ഞാൻ കൊല ചെയ്യലായി. ഞാൻ ആരെയും എനിക്കായി വധിച്ചിട്ടില്ല, ലില്ലാഹിക്കല്ല ദുർവധം എനിക്കില്ല. അലിയുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയവനെ ആഞ്ഞാഞ്ഞ് കുത്തിയെന്നോ കൊലപ്പെടുത്തിയെന്നോ മലക്കുകൾ രേഖപ്പെടുത്തിയാൽ ഒരു നിരപരാധിയെ കൊന്ന പോലെ, അവർക്കളത്തിൽ രണാങ്കണത്തിൽ വന്നുകൊണ്ട് ഞാൻ ചുവട് വെച്ചത് ഒരു ഇബാദത്തിന്റെ മധുരം നുകരാൻ വന്ന എന്നെ ആ അമലിന്റെ ഏറ്റവും വലിയ പ്രധാന ഘട്ടത്തിലെത്തിയപ്പോൾ പിന്തിരിപ്പിച്ച് കളഞ്ഞ ഒരു കാരണമുണ്ടായതെന്റെ നിരാശയാ എന്റെ മുഖത്തെന്ന് പറയുമ്പോൾ ആത്മാർത്ഥതയോടുകൂടെ ആത്മാർപ്പണത്തിന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പോരാടാൻ വന്ന അലിയുടെ മുന്നില് ആയുധത്തിന്റെ തിളക്കം കണ്ണിലടിച്ചപ്പോൾ 1000 കുതിരശക്തിയോടുകൂടെ അലിയുടെ ശിരസ്സെടുക്കണമെന്ന ആർജവത്തിന്റെ പ്രതിജ്ഞയുടെ വാക്കുകൾ നെഞ്ചേറ്റി വന്ന ശത്രു സമൂഹത്തിന്റെ നേതാവ് അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ ആദർശത്തിലൊന്ന് പങ്കുകൂടാൻ ചോദിക്കുകയാ. ഇഖ്ലാസ് വേണം മുഅ്മിനേ, ഇഖ്ലാസ് വേണം മുഅ്മിനേ. ഇഖ്ലാസ് ഇല്ലാത്തതൊന്നും അല്ലാഹുവിന് വേണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. എവിടെ ഇഖ്ലാസ്? അങ്ങനെ ഒരു ഇഖ്ലാസിന്റെ പാഠം പരിശുദ്ധമായ റമദാൻ നമുക്ക് തരാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പട്ടിണി കിടക്കലാണോ നോമ്പ്? അങ്ങനെയാണോ? അല്ല. ഉദരത്തിന്റെ വ്യായാമമല്ല നോമ്പ്, അതരത്തിന്റെ വ്യായാമം ചേരണം, അവയവങ്ങളുടെ വ്യായാമം ചേരണം. വ്യായാമം ചെയ്യപ്പെടേണ്ടത് അല്ലാഹുവിന്റെ പൊരുത്തത്തിലാവണം. അപ്പോഴാ ഉദരം പട്ടിണി കിടന്നത് കൊണ്ട് ഗുണമുള്ളൂ. ഒരു ഹദീസ് ഞാൻ പറയാം. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ നിവേദനം ചെയ്യുന്നു. ഒരു ഖുദ്സിയായ ഹദീസ്, അല്ലാഹുവിന്റെ നിർദ്ദേശം ഹബീബിന്റെ വാക്കുകളിലൂടെ കുല്ലു അമലി ഇബ്നു ആദമ ലഹു ഇല്ല സിയാം. ആദം സന്തതി ചെയ്യുന്ന സർവ്വ അമലുകളും ആദം സന്തതിക്കുള്ളതാം. അതിന്റെ പ്രതിഫലത്തിന് നിശ്ചയിക്കപ്പെട്ടതായ ചില വാഗ്ദാനങ്ങളുണ്ട്. അതിന്റെ പ്രതിഫലം വാജ്യമാണ്, ഒരു മനുഷ്യനോട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതാ. എല്ലാ അമലുകൾക്കും അങ്ങനെ നിശ്ചയിക്കപ്പെട്ട പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടത് അങ്ങനെ ഉണ്ട് എങ്കിൽ ഇല്ല സിയാം. നോമ്പ് അങ്ങനെയല്ല. ഫഇന്നഹു ലീ, നോമ്പ് എന്റെ പ്രത്യേക താല്പര്യത്തിന്റെ പേരിലുള്ള അമലാണ്. വഅന അജ്സീ ബിഹി, ആരോടും പറഞ്ഞറിയിക്കാത്ത അവാജ്യമായ ഒരു പ്രതിഫലം നോമ്പിന് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് അല്ലാഹ് പറഞ്ഞതായി നബി മുഹമ്മദ് മുസ്തഫ. എല്ലാരും ഈ കാലിക്കസരയിലേക്ക് ഒന്ന് കടന്നിരുന്ന എനിക്കൊരു സന്തോഷമായി. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്. ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ, എന്തിനാ വെറുതെ ഈ വാടക കൊടുക്കുന്ന കസേര ഇങ്ങനെ കാലിയാക്കി ഇടുന്നു? അവിടെ നിൽക്കുന്ന സഹോദരന്മാർക്കൊക്കെ കടന്നിരിക്കാവുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്താ പറഞ്ഞത്?
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ പ്രഖ്യാപനം, നോമ്പ് അല്ലാഹുവിന്റെ പ്രത്യേക താൽപര്യത്തിന്റെ അമലാണ്. വ അന അജ്സി ബിഹി, നോമ്പിന് അല്ലാഹു പ്രത്യേകമായ പ്രതിഫലം കൊടുക്കുന്നു. കൂലി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ കൂലി പറയുന്നതിനേക്കാൾ അപ്പുറം പറഞ്ഞിട്ടില്ല എന്ന് പറയലാണ്. നിങ്ങൾക്കറിയുമോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, രണ്ട് കാര്യത്തിന് അല്ലാഹു കൂലി പറഞ്ഞിട്ടില്ല. ശരിയായ കൂലി പറയാത്ത രണ്ട് കാര്യം. ഒന്നാമത്തെ കാര്യം അത് ക്ഷമയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ക്ഷമയെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുള്ളത് കൂലിയല്ല. ക്ഷമയെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുള്ളത് ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, കൂലി എന്നല്ല പറഞ്ഞത്. ക്ഷമിക്കുന്നവന്റെ കൂടെ അല്ലാഹു ഉണ്ടെന്നാ പറഞ്ഞത്. അല്ലാഹു കൂടെ ഉണ്ടെന്നത് കൂലിക്കപ്പുറമാണ്. അങ്ങനെയുണ്ട്. ഒരു പറമ്പിൽ ഒരു ആള് പണിക്ക് വന്നു. ഒരു ഉദാരമതിയായ ധർമ്മിഷ്ഠനായ വലിയ കൂലി പ്രതിഫലമായി കൊടുക്കുന്ന ഒരു വലിയ മുതലാളിയുടെ, ഒരു സൽസ്വഭാവിയും സ്നേഹസമ്പന്നനുമായ മുതലാളിക്ക് പണിക്ക് വന്നത് തന്നെ വലിയ സന്തോഷായി. പണിയെല്ലാം കഴിഞ്ഞു. അവനങ്ങ് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഒരുപാട് കഷ്ടപ്പെട്ടില്ല നീ, നിനക്ക് ഞാൻ നിന്റെ ഡെയിലി കിട്ടുന്ന ആ ടച്ച് തന്നാൽ, ആ കൂലി തന്നാ അത് കുറഞ്ഞു പോകും. ഞാൻ നിന്റെ കൂടെ ഉണ്ട് കേട്ടോ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നിന്റെ ഏതാവശ്യത്തിനും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് ആ മുതലാളി ചേർത്ത് പിടിച്ച് പറയുന്നതിന് സമാനതകളില്ലാത്ത സന്തോഷം. എന്നാൽ അല്ലാഹു പറഞ്ഞു രണ്ട് പാർട്ടിയോട്, ഒന്ന് ക്ഷമിക്കുന്നവരാ, അവരോട് പറഞ്ഞു ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ. അല്ലാഹു ക്ഷമിക്കുന്നവനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, കൂടെ കേട്ടോ, അല്ലാഹു കൂലി തരട്ടെ. ജീവിതത്തിൽ ക്ഷമ നമുക്ക് നിർബന്ധം. ക്ഷമ നിർബന്ധമാണ്. സ്വർഗം വേണോ? ക്ഷമ വേണം. ക്ഷമ പലതരത്തിലുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഏറ്റവും വലിയ ക്ഷമ അല്ലാഹുവിനോട് എതിര് കാണിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ ഹറാമുകൾക്കെതിരെ ശരീരത്തെ പിടിച്ചു നിർത്തുന്നോടത്താണ് ഏറ്റവും വലിയ ക്ഷമ. ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ, സങ്കടങ്ങൾ ജീവിതത്തിൽ താറുമാറാകുന്ന രീതിയിൽ തകർന്നടിഞ്ഞു പോകുന്ന സന്ദർഭങ്ങൾ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ക്ഷമ വേണം. അല്ല തന്നതാണെന്ന് തോന്നലിൽ ക്ഷമ വേണം. അമല് ചെയ്യാൻ ശരീരം പിന്നോട്ട് വലിക്കുമ്പോ മുന്നോട്ട് സുഗമമായി ഒഴുകുന്ന ഒരു ഒഴുക്ക് പോലെ, അവിരാമം അരുവി ഒഴുകുന്ന പോലെ അമലിന്റെ രംഗത്തേക്ക് വന്നു ചേരാ ക്ഷമ വേണം. സൽക്കർമ്മങ്ങൾ അതിന്റെ എല്ലാ രീതിയിലും ഉണ്ടാക്കിയെടുക്കാൻ ക്ഷമ വേണം. ക്ഷമ വേണമെന്ന് പറഞ്ഞാൽ ഒരു പുണ്യകർമ്മമാ. പീഡന താടനങ്ങളുടെ മുന്നിൽ ക്ഷമ വേണം. എല്ലായിടത്തും ക്ഷമ വേണം. ക്ഷമയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് സ്വർഗത്തോട് ചേർന്ന് നിൽക്കുന്ന അമൽ എന്ന ക്ഷമിക്കുന്നവർക്ക് സന്തോഷമുണ്ട്, അത് സ്വർഗമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ സ്വർഗത്തോട് ചേർന്ന് നിൽക്കേണ്ട ഒരു വികാരമാണ് ക്ഷമയെങ്കിൽ കേട്ടോ. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഒരു ഹദീസ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അസ്സൗമു നിസ്ഫുസ് സബ്രി, നമ്മുടെ ശരീരം കൊണ്ട് നാം ക്ഷമ എന്ന് പറയുന്ന സൽക്കർമ്മം ചെയ്തു തീർക്കുമ്പോ, നമ്മുടെ ശരീരം കൊണ്ട് ക്ഷമ എന്ന് പറയുന്ന ഒരു വികാരത്തെ പൂർത്തീകരിക്കുമ്പോ അതിന്റെ പരിപൂർണതയിലേക്ക് എത്താനുള്ളതിന്റെ കൃത്യം പകുതി എവിടെയാണെന്നറിയുമോ? ക്ഷമയുടെ പകുതി ഈ ദുനിയാവിൽ നമ്മൾ പൂർത്തീകരിച്ചു എന്നതിന്റെ ഗ്രാഫ് അവിടെ ഫില്ല് ചെയ്യുന്നത് നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിലാ. നോമ്പ് പിടിക്ക വഴി ക്ഷമ എന്ന് പറയുന്ന ആ മഹത്തായ കർമ്മത്തിന്റെ പകുതി അവൻ പൂർത്തീകരിച്ച് 100ൽ 50 മാർക്ക് കിട്ടി. നോമ്പുകാരൻ എന്ന് പറയുമ്പോൾ തന്നെ ക്ഷമ എന്ന് പറയുന്ന സ്വർഗം കിട്ടാനുള്ള യോഗ്യതയുടെ പകുതി പൂർത്തീകരിച്ചു. കൂലി പറയാത്ത രണ്ട് കാര്യം, ഒന്ന് ക്ഷമയും, രണ്ട് നോമ്പുവാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുദ്സിയായ ഹദീസില് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രഖ്യാപനം അറിയിച്ചു, എല്ലാ അമലും ആദം സന്തതിയുടെ എല്ലാ അമലും ആദം സന്തതിക്ക് നിശ്ചയിക്കപ്പെട്ട പ്രതിഫലത്തിൽ ചേർത്തിരിക്കാം. നോമ്പൊഴിച്ചു നോമ്പ് എനിക്കുള്ളതാണ്, അല്ലാഹുവിനുള്ളതാണ്.
അള്ളാഹു അതിന് പ്രതിഫലം തരും. അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്ന് പറയാൻ പരിമിതമായ ചില പ്രയോഗങ്ങൾ മാത്രം. അത് അള്ളാഹുവിന്റെ കയ്യിലാണ്. അതൊരു വലിയ ആകാംക്ഷയാ, അതൊരു വലിയ പ്രതീക്ഷയാ, അത് വലിയൊരു ജിജ്ഞാസയാ. അള്ളാഹു തരുന്ന പ്രതിഫലത്തിൽ ചേരണ്ടേ? ഏതോ ഒരു വലിയ ഒരു പ്രതീക്ഷയാണ് നമുക്ക് ആ പ്രതിഫലം. അള്ളാഹു നമുക്ക് നസീബാക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു ഇഷ്ടപ്പെട്ട ആ നോമ്പുണ്ടല്ലോ, ഹബീബായ നബി തങ്ങൾ പറയാണ് സിയാമു ജുന്നാ. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഇഷ്ടപ്പെടുന്ന നോമ്പ് പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് രക്ഷാകവചമാ. പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് രക്ഷാകവചമാ നമ്മുടെ നോമ്പ്. പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന അമല് പ്രതിസന്ധിയിൽ നമുക്ക് രക്ഷാകവചം. എവിടെയാ നമ്മുടെ പ്രതിസന്ധി? ലോണിന് വേണ്ടി വെച്ച അപേക്ഷ പാസ്സാവാതെ വന്നോടത്തല്ല നമ്മുടെ പ്രതിസന്ധി. നമ്മുടെ പ്രതിസന്ധി എപ്പോഴാണെന്നറിയുമോ? മരണത്തിന്റെ അവസാനത്തെ പടച്ചിലുണ്ടല്ലോ, ആ സമയമാ ഒരു മനുഷ്യ ശരീരം ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ ഏർപ്പെടാം. ഒരു ശരീരത്തിൽ ഒരിക്കൽ മാത്രം അനുഭവിക്കേണ്ടി വരുന്ന വേദനയിലേക്ക് അവനെ എടുത്തെറിയപ്പെടുമ്പോ ആ സമയത്ത് മഹാന്മാരായ മലക്കുകൾ ചിരിക്കാത്ത മുഖത്തോടുകൂടെ അവനെ ആനയിക്കാൻ വേണ്ടി ഗൗരവം സ്മരിക്കുന്ന മുഖം മലക്കുകളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ തീപാറുന്ന കണ്ണുകളുമായി ചിരിക്കാത്ത മുഖവുമായി ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി ഖാബിലുള്ള റൂഹ് മലക്ക് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ ഇങ്ങനെ വന്ന് തടിച്ചുകൂടി നിൽക്കുന്ന വിപൽ ഘട്ടത്തിൽ ആരോട് നമുക്കൊന്നും പറയാൻ കഴിയാതെ തളർന്നുകൊണ്ടിരിക്കുന്ന ശരീരത്തിന്റെ 4 ഘട്ടങ്ങളിലേക്ക് റൂഹിനെ പിഴിയാൻ വേണ്ടി പെരുവിരൽ മുതൽക്ക് മുട്ടുവരെ, മുട്ടു മുതൽക്ക് പൊക്കിള് വരെ, പൊക്കിള് മുതൽക്ക് നെഞ്ച് വരെ, നെഞ്ചിന്റെ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഒരു പിടച്ചല, ശ്വാസതടസ്സമാ. കാലുകൾ കോർത്ത് വലിക്കുമ്പോൾ, പൊക്കിളിന്റെ ഭാഗത്ത് മരണം സംഭവിക്കുമ്പോൾ, മലമൂത്ര വിസർജനത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ADH ഗ്രന്ഥികൾ മരണത്തിലേക്ക് ലയിക്കുമ്പോൾ, നിയന്ത്രിതമില്ലാതെ പോകുന്ന മൂത്രവും കാഷ്ടവും മരണത്തിന്റെ ഏറ്റവും വലിയ സൂചനയായി മാറുമ്പോൾ, അവസാനത്തെ പിടച്ചലിന് വേണ്ടി ആ ശരീരം ഇനി എടുത്തെറിയപ്പെടുമ്പോൾ, നെഞ്ചിന്റെ ഭാഗത്ത് റൂഹ് പിഴിഞ്ഞു വെച്ചിരിക്കുമ്പോ, തൊണ്ടക്കുഴിയിലേക്ക് വരുമ്പോൾ ബഹറിന്റെ വെള്ളം കുടിച്ചു തീർക്കാനുള്ള ദാഹത്തിൽ മനുഷ്യനങ്ങ് വല്ലാതെ ഇടങ്ങേറാകുമ്പോ, ഇത്ര വലിയ പ്രതിസന്ധി ആ ശരീരം അതിനു മുമ്പ് അനുഭവിച്ചിട്ടില്ല. ആ സമയത്ത് ആ ശരീരം വിയർത്ത പോലെ മുമ്പൊരിക്കലും വിയർപ്പ് കണങ്ങൾ ആ ശരീരത്തിൽ പൊടിഞ്ഞു വീണിട്ടില്ല. ആ ശരീരം അന്ന് വന്ന ടെൻഷൻ അനുഭവിച്ച പോലെ മുമ്പൊരിക്കലും അനുഭവിച്ചിട്ടില്ല. ഇത് ലോകത്ത് ഓരോരുത്തരും അനുഭവിക്കേണ്ട പച്ചയായ യാഥാർത്ഥ്യമാ. അത് ഞാൻ അനുഭവിക്കേണ്ടതാ, എന്നെ കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങൾ അനുഭവിക്കേണ്ടതാ. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ അനുഭവിക്കുമ്പോൾ, ആ യാഥാർത്ഥ്യം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ എവിടെയാ രക്ഷ? നമുക്കൊന്ന് പറയണ്ട മൂമിനേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനമൊന്ന് പറയണ്ടെന്നൊന്നുറക്കെ പറയോ, അഫ്ളൽ ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നുകൂടി അഫ്ളൽ ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹു. സൂറത്ത് ഇബ്രാഹിമിന്റെ 27-ാമത്തെ ആയത്ത് അവതരിക്കുന്ന പശ്ചാത്തലം ഒന്ന് ആലോചിക്കണേ. പൊട്ടിക്കരഞ്ഞു പോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ, ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇബ്രാഹിമിന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്ന രംഗം മഹാനായ ഇമാം ഇസ്മാഈൽ ഹഖൽ ബറൂസവി റൂഹുൽ ബയാനിൽ സൂറത്ത് ഇബ്രാഹിമിന്റെ 27-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വാവിട്ട് കരഞ്ഞു പോവുകയാണ്. എന്ത് ചെയ്യും നബിയേ, എന്ത് ചെയ്യും നബിയേ? അവസാനം ഒന്ന് പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ടേ, അവസാനം ഒന്ന് പറയണ്ടേ. അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്കുകൾ മറുപടിക്ക് മതിയാവാതെ വരുമ്പോഴാണ് ആകാശത്തിന്റെ വർണ്ണശബളമായ സീമയുടെ മനോഹാരിതയെ കീറിമുറിച്ചുകൊണ്ട് മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഓതിക്കൊടുക്കുകയാണ്. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്
ഒരിക്കലും നിലയ്ക്കാത്ത ഒരു വലിയ ശബ്ദമേ, ഉറപ്പുള്ള ശബ്ദമേ, ശാശ്വതമായ ശബ്ദമേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജീവിതത്തിൽ കൂടുതൽ ചൊല്ലിയ മനുഷ്യൻ അവസാനം അത് ചൊല്ലിയിരിക്കും നബിയേ. പരിശുദ്ധ ഖുർആൻ അതൊന്ന് ചൊല്ലാൻ വേണ്ടി ശരീരത്തിന്റെ പരമാവധി ഊർജവും നമ്മൾ ആവാഹിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ തളർന്നു പോയ ശരീരം, അതാ പാതി മരിച്ചു കഴിഞ്ഞ ശരീരം, ഭയവിഹുലമായി പേടിച്ചരണ്ട ഇസ്രായേലിന്റെ മുഖത്തേക്ക് നോക്കി വിരളി പിടിച്ചിരിക്കുന്ന ശരീരം ഒന്ന് പറയണ്ടേ, ഒരു പ്രതിസന്ധി ഘട്ടമാ. ആ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് അസ്യാമു ജുന്നാ, നമ്മളെടുത്ത നോമ്പവിടെ നമുക്ക് പ്രതികൂലമായ സാഹചര്യത്തിൽ അനുകൂലമായ അവസ്ഥ ഉണ്ടാക്കാൻ ഒരു രക്ഷാ കവചമാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. നമ്മുടെ ശരീരത്തെ കൊണ്ടുപോയി വടക്കേക്കര മുസ്ലിം ജമാഅത്തിന്റെ പരിസരത്ത് മറവ് ചെയ്യപ്പെട്ട ഖബറുകൾ കാണുന്നില്ലേ? ഒരു ദിവസം നമുക്കും ഒരുക്കപ്പെട്ട മണ്ണറയിൽ നമ്മൾ വരണ്ടേ? ഞെരുങ്ങിക്കിടക്കേണ്ട ഒരവസ്ഥയിൽ മൂടപ്പലക വെച്ചുകൊണ്ട് നമ്മുടെ ഖബറിൽ ഇരുട്ടുകൾ തീർത്തുകൊണ്ട് പ്രിയപ്പെട്ടവർ നമ്മെ അവിടെ തനിച്ചാക്കി പോകുമല്ലോ. മഹാന്മാരായ മലക്കുകൾ വരാ. മുമ്പൊരിക്കലും നമ്മൾ ഒരു സമ്മേളനത്തിലും ആ മലക്കിനെ കണ്ടിട്ടില്ല. എങ്ങനെയായിരിക്കോ റബ്ബേ? പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നെഞ്ചിടിപ്പുണ്ടാകുമല്ലോ. ഒരു ടെസ്റ്റ് പാസ്സായോ എന്നറിയാൻ വേണ്ടി അതിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവന്റെ നെഞ്ചിനും ഇടിപ്പ് കാണുമല്ലോ. ഒരു പ്രധാനപ്പെട്ട ആളെ കാണാൻ വേണ്ടി, ഒരു ആവശ്യ നിർവഹണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ക്യൂവിൽ നിൽക്കുന്ന മനുഷ്യനും ഒരു നെഞ്ചിടിപ്പുണ്ടാകുമല്ലോ. നമ്മൾ ഇന്നവരെ കണ്ടിട്ടില്ല, പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഭീകരമായ മുഖമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇരുട്ടറയിലേക്ക് വരുന്നവർ ചിരിക്കാതെയാ വരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ദണ്ഡുകൾ കയ്യിലേന്തിയാ വരാ എന്ന് കേട്ടിട്ടുണ്ട്. ഖബർ ഞെരുക്കമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇരുട്ടിന്റെ ഗോഹരങ്ങളിൽ വെളിച്ചത്തിന്റെ വിശാലത ഉണ്ടാക്കാൻ എന്ത് സമ്പാദിച്ചു എന്ന ചോദ്യവുമായി ജീവിതത്തെ നമ്മളൊന്ന് താരതമ്യം ചെയ്തുകൊണ്ട് നീറുന്ന ചിന്തകളിലൂടെ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി ആ മണ്ണറയിലേക്ക് ഒരുമിച്ച് കൂട്ടിവെച്ചത് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. നമുക്കതിനെ കണക്ക് കൂട്ടാൻ കഴിയില്ല. അല്ലാഹു കബൂലാക്കിയത് എന്തൊക്കെയെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയൂല. പുന്നാര നബിതങ്ങൾ പറഞ്ഞല്ലോ, മൽ മയ്യിത്തു ഫിൽ ഖബരി ഇല്ലാ കൽ ഗരീഖിൽ മുതഗവ്വിസ്. ഇമാം ബൈഹഖിയുടെ ശുഅബിലുണ്ട് ഹദീസ്. വെള്ളപ്പൊക്കം കണ്ടവരാ നമ്മൾ, ചുഴിയിൽ അകപ്പെട്ടു പോയവന്റെ കഥ കേട്ടവനാ നമ്മള്. അലറി വിളിക്കുന്ന തിരമാല സുനാമി വന്ന് തീർത്തപ്പോ അതിൽ വന്ന് വീണ മനുഷ്യന്റെ ശരീരം മുങ്ങിത്താണ അവസരത്തിൽ പ്രിയമുള്ളവരെ ആരാ ഒന്ന് കൈപിടിച്ചുയർത്താൻ? തിരമാല അലറി വിളിക്കുമ്പോ തിരമാലയിൽ പെട്ടുപോയവന്റെ ജീവന്റെ അവസാനത്തെ മിടിപ്പിൽ അവൻ ആഗ്രഹിച്ചുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തി. അവന്റെ നീന്താനുള്ള വൈഭവം നഷ്ടപ്പെട്ടു പോയപ്പോ മസലകൾ ഇടറിയിട്ട് വെള്ളത്തിൽ മുങ്ങിത്താഴുന്നവൻ ഏതൊരു പ്രതിസന്ധി പോലെ, അതുപോലെയല്ല ഖിയാമത്ത് നാൾ വരെ ഖബറിലേക്ക് വെക്കപ്പെട്ട മയ്യത്ത് വെള്ളത്തിൽ മുങ്ങിത്താഴുന്നവനെ പോലെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അവിടെ ഒരു സഹായമായി എത്തുന്നത് ജീവിച്ചിരിക്കുന്നവന്റെ പ്രാർത്ഥന. നബി മുഹമ്മദ് മുസ്തഫ ഹദീസുകൾ എത്രയാ. നമ്മൾ ഖബറിലേക്ക് പോവണ്ടേ? ചെയ്ത സൽക്കർമ്മങ്ങൾ അവിടെ നമുക്ക് ഒരു വലിയ രക്ഷാകവചമായി കിടന്നു വരണ്ടേ? ഖിയാമത്ത് നാൾ വരെ ഇരുട്ടിന്റെ ഗോഹരങ്ങളിൽ തനിച്ച് കിടക്കണ്ടേ? ചിരിക്കാത്ത മലക്കിന്റെ പരിവരുത്ത ശബ്ദത്തിൽ നമ്മൾ ചിരിച്ചുകൊണ്ട് മറുപടി പറയണ്ടേ? മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ എളുപ്പത്തിൽ നമ്മുടെ നാവിൻ തുമ്പിലേക്ക് അല്ലാഹനെ കുറിച്ച് പറയാൻ കഴിയണ്ടേ? അസ്സിയാമു ജുന്നാ. പരിശുദ്ധ റമദാനിൽ നമ്മൾ എടുക്കുന്ന നോമ്പ് അല്ലാഹ് സ്വീകരിച്ച നോമ്പാണ് എങ്കിൽ ഖബറിൽ പേടിക്കണ്ട. ഞാൻ പറഞ്ഞതല്ല, നബി മുഹമ്മദ് മുസ്തഫ
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനത്തെ ഒരു നോമ്പിന് വേണ്ടി കാത്തിരിക്കുന്നവരാ നമ്മള്. 60 വയസ്സുള്ള ഉപ്പ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, 45 വയസ്സുള്ള സഹോദരൻ കേൾക്കുന്നുണ്ട്, 50 വയസ്സായ ഉമ്മ എന്നെ കേൾക്കുന്നുണ്ട്, 35 വയസ്സുള്ള സഹോദരി കേൾക്കുന്നുണ്ട്. എന്നേക്കാൾ പ്രായം കുറഞ്ഞവരും കൂടിയവരും എന്നേക്കാൾ അറിവുള്ളവരും തഖ്വയുള്ളവരും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ ആദ്യം എന്റെ നഫ്സിനോട് പറയട്ടെ, ആയുസ്സിൽ കഴിഞ്ഞു പോയ റമളാനെ കുറിച്ച് നമുക്ക് പ്രതീക്ഷയുണ്ടോ? കുറ്റമറ്റ നിലയിൽ നോമ്പെടുത്തവനാ ഞാൻ. എന്റെ മരണനേരത്തും ഖബറിന്റെ ഇരുട്ടിലും എനിക്ക് രക്ഷയായ എന്റെ നോമ്പ് കടന്നു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്റെ സഹോദര, കുറ്റമറ്റ നോമ്പേ അല്ലാഹു എടുക്കൂ. കുറ്റമറ്റ നോമ്പേ അവിടെ പാസ്സാവൂ. നമ്മുടെ ശരീരത്തിന്റെ സക്കാത്ത നമ്മുടെ നോമ്പ്. ഈ ശരീരത്തിന്റെ നികുതി കൊടുക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിൽ ക്യൂ നിൽക്കേണ്ടവരാ നമ്മള്. ഭൂമിയിൽ നിന്നും എത്രയോ 29 കോടി 9 ലക്ഷം മൈൽ അകലെ നിന്ന് ജ്വലിക്കുന്ന സൂര്യൻ ഒരു ചാൺമുകളിൽ. അല്ല, ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ പറയുന്ന ഹദീസ് അനുസരിച്ച് ഒരു സുറുമക്കുപ്പിയിൽ കിടക്കുന്ന സുറുമക്കോലിന്റെ അകലത്തിൽ വന്ന് ജ്വലിച്ചു നിൽക്കുന്ന സെക്കൻഡിൽ 5640 ലക്ഷം ടൺ ഹൈഡ്രജൻ, 5600 ലക്ഷം ടൺ ഹീലിയമായി മാറുന്ന, താങ്ങാൻ കഴിയാത്ത ചൂട് വിഭാവനം ചെയ്യുന്ന ആ അഗ്നിഗോളം വന്നുകൊണ്ട് നമ്മുടെ മുന്നിൽ തീർക്കുന്ന പ്രതിസന്ധിയിൽ ചെമ്പങ്ങൾ വെട്ടിപ്പഴുക്കുന്നോടത്ത് ചെരുപ്പിടാതെ നടക്കാൻ പ്രയാസപ്പെടുന്ന നമ്മുടെ മുന്നിലേക്ക് എന്റെ പ്രിയമുള്ളവരെ നികുതി അടയ്ക്കാൻ വേണ്ടി ചെല്ലുമ്പോ, കറണ്ട് ബില്ല് അടയ്ക്കാൻ വേണ്ടി ഒരു ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് ചെല്ലുമ്പോ 500 രൂപയുടെ ബില്ല് വന്നോടത്ത് ആകെ 500ന്റെ നോട്ടുമായി നമ്മൾ ചെല്ലുമ്പോ അത് അടച്ചില്ലെങ്കിൽ ഫീസ് ഊരുമെന്ന താൽക്കാലികമായ ഒരു പ്രതിസന്ധിയാ നമ്മുടെ മുന്നിലുള്ളത്. അവിടെ നോട്ടെടുക്കാൻ, നികുതി സ്വീകരിക്കാൻ നിൽക്കുന്ന കൗണ്ടറിലുള്ളതായ ഉദ്യോഗസ്ഥൻ അതങ്ങെടുത്തിട്ടങ്ങ് സൂര്യപ്രകാശത്തിലേക്ക് കാണിച്ചിട്ട് പറയും, ഈ കൊണ്ടുവന്ന 500ന്റെ നോട്ട് കാഴ്ചയിൽ 500 ആയിരിക്കാം, പക്ഷേ ഇത് കള്ളപ്പണമാ, ഇത് കള്ളനോട്ടാ, വ്യാജമാണ്, ഇവിടെ എടുക്കാവതല്ല, നിങ്ങളുടെ നികുതിക്ക് ഇത് പര്യാപ്തമല്ലെന്ന് പറഞ്ഞേക്കുമ്പോ ആ ക്യൂവിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമുക്ക് പരിചയ സമ്പന്നമായ ഒരാളെ കണ്ടാൽ 500 രൂപ നമുക്ക് കടം ചോദിച്ചാൽ കറണ്ട് ബില്ലിന്റെ നികുതിക്ക് കൊണ്ടുപോയ നാണയത്തിലെ അപാകതക്ക് പരിഹാരമാവുമെങ്കിൽ നഫ്സി 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 നഫ്സി, എന്റെ ശരീരമേ, എന്റെ അമലേ, എനിക്കിത് പോരല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഉപേക്ഷിക്കുന്ന മഹ്ശറ. യൗമ യഫിറുൽ മർഉ മിൻ അഖീ وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. ഓരോരുത്തർക്കും സ്വന്തം ശരീര, സ്വന്തം അമല. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അബുൽ ഫിദാ ഇസ്മായിൽ ഇബ്നു കസീർ പറയുന്നുണ്ട്, ഭാര്യ ഭർത്താവ് കാണും, ഭാര്യയോട് ചോദിക്കും, പെണ്ണേ നിനക്ക് ഞാൻ എങ്ങനെയാ ദുനിയാവിൽ തന്ന സന്തോഷം? അവള് പറയും, ആകാശത്തിന്റെ ചുവട്ടിൽ ഞാൻ അനുഭവിച്ച ഭർത്താവിന്റെ സുഖം മറ്റൊരു പെണ്ണിനും കിട്ടിയിട്ടില്ല. നിങ്ങൾ നല്ല ഭർത്താവാ. ഭാര്യ സ്തുതിച്ചു പറയുമ്പോ പ്രിയപ്പെട്ടവളുടെ ആ പുന്നാര വാക്കുകൾ മഹ്ശറയിൽ കേട്ട് സന്തോഷിക്കുന്ന ഭർത്താവ് പ്രതീക്ഷയോട് ചോദിക്കും, നീ ഒരു വട്ടം ചൊല്ലിയ സുബ്ഹാനല്ലാഹ് എനിക്ക് തരുമോ? അത് കിട്ടിയാൽ എന്റെ കണക്ക് പൂർത്തിയായി, എനിക്ക് അങ്ങോട്ട് പോവാം പെണ്ണെ. അവള് പറയും, എന്റെ കയ്യിലുള്ളത് കൊണ്ട് എനിക്കും പ്രതീക്ഷയില്ല, തരാൻ സാധ്യമല്ല. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. മോനെ കാണും, ഉപ്പ എങ്ങനെയായിരുന്നു മോനെ? ഉപ്പ നല്ലൊരു ഉപ്പയല്ലായിരുന്നോ? ഞങ്ങൾക്കൊരു കുറവുണ്ടായിട്ടില്ല. ഒട്ടിയ വയറിലേക്ക് മുണ്ടു മുറിക്കൊടുത്ത് ആ പട്ടിണിയെ അറിയിക്കാതെ ഞങ്ങൾക്ക് നല്ല ജീവിത സൗകര്യം തന്ന മഹാനായ മനുഷ്യനെ ഉപ്പ. ഉപ്പാനെ പോലത്തെ ഒരു ഉപ്പാനെ ദുനിയാവിൽ അല്ലാഹ് തന്നത് ഏറ്റവും വലിയ അനുഗ്രഹം ആണോ? ഉപ്പ കഷ്ടത്തിലാ. ഈ ഏടിൽ കാണുന്ന അമലിൽ ഒരു അൽഹംദുലില്ലാഹ് ചേർത്ത ഉപ്പ രക്ഷപ്പെട്ടു. അബുൽ ഫിദാ ഇസ്മായിൽ ഇബ്നു കസീർ ഖുർആന്റെ വ്യാഖ്യാനത്തിൽ ഈ സംഭവം പറയുന്നുണ്ട്. തരൂലോ ഉപ്പ, ആരും തരൂല, ആരും കൊടുക്കൂല. അങ്ങനെയുള്ളടത്ത് നമുക്ക് ഈ നികുതി ഒന്ന് അടയ്ക്കണ്ടേ? 10-65 കൊല്ലം അള്ളാഹുവിൽ നിന്നും ഈ ഉരുപ്പിടിയെ നമ്മുടെ ജീവിതത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വ സുഖത്തിലും സന്തോഷത്തിലും കൊണ്ടു നടന്നതിന്റെ വാടക കൊടുക്കാൻ ലികുല്ലി ശൈഇൻ സകാ വസകാത്തുൽ ജസദി അസ്സൗം സയ്യിദുനാ റസൂലുള്ളാഹി അടയ്ക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോ നിന്റെ നികുതി കള്ളപ്പണമാണടാ, ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചു മുഖത്തെറിയും.
ആ സമയത്ത് രക്ഷപ്പെടട്ടെ, നമ്മുടെ നോമ്പ് കുറ്റമറ്റതാവണം. ഹദീസ് അങ്ങോട്ട് പോവാ. നമുക്ക് രക്ഷാകവചം ഖബർ കഴിഞ്ഞു. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا. കേട്ടോളൂ, പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ സൂറന്ന കാഹളത്തിലെ ആ പ്രകമ്പനം കേൾക്കുമ്പോ എല്ലാവരും അന്നൊന്ന് പെടയും, ഞെട്ടിത്തെറിക്കും. ഒരു വല്ലാത്ത ഞെട്ടിത്തെറിക്കലാ, പേടിച്ചു പോവാ. ഒരല്പമുറക്കത്തിലാണ്, ഒരല്പമുറക്കം, ഒരു പേടി, ഒരല്പമുറക്കം, ഒരു പേടി, ഞെട്ടി ഉണരും. എന്താ ചെയ്യാന്നറിയില്ല, ഓടിക്കളയും. അങ്ങനെയുണ്ട്. ഞങ്ങളൊക്കെ ദർസിൽ ഓതുമ്പോ ഈ രണ്ടാം ദർസ് എന്ന് പറഞ്ഞാൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള ഒരു ദർസിന്റെ ഭാഗം. ആ സമയത്ത് മിക്കവാറും ക്ഷീണിതരായിരിക്കും, ഉറക്കൊക്കെ തോന്നും. ഉസ്താദ് അവിടെ നിന്ന് വന്നത് ഇങ്ങനെ കേൾക്കുമ്പോഴൊക്കെ ചാടിയോണ്ടിരിക്കും. ആ ഒരു ഞെട്ടല് ഇന്നും ഉണ്ടാ, ഞെട്ടല്. ആ ഉസ്താദ് നിൽക്കുമ്പോൾ ഞെട്ടല് അല്ലേ, ആ ഞെട്ടല് വായി തോന്നണൊക്കെ ചിലപ്പോൾ അത്തഹിയാത്തായിരിക്കും ഉറക്കം വിളിച്ചു പോകാം, എന്തെങ്കിലുമൊക്കെ ഓതി. ആ ഒരു ഞെട്ടല് ആ ഊത്തങ്ങ് കേൾക്കുമ്പോ, അതിന്റെ ആ പ്രകമ്പനം കേൾക്കുമ്പോ ഇലാ റബ്ബിഹിം, റബ്ബിലേക്ക് യൻസിലൂൻ, ഓടും. അങ്ങോട്ട് ഓടണം എന്ന ഒരു ഉൾവിളി ഉള്ളിൽ അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. അടുത്ത സിറ്റുവേഷനെ ഇങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് അല്ലാഹ് പഠിപ്പിച്ചു വെച്ചേക്ക ഈ ശരീരത്തെ സൃഷ്ടിച്ചന്ന്. ആ സൂറന്ന കാഹളത്തിലെ ഊത്ത് കേട്ടാൽ ഇങ്ങനെയാണ്. അങ്ങനെ ഉണ്ടല്ലോ, ഓരോ ജീവികൾക്കും ലോകത്ത് ഒരു കുട്ടിയോടും അതിന്റെ അന്നം ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് പിറന്ന സമയത്ത് ഒരു നഴ്സോ ഒരു ഡോക്ടറോ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഉപദേശമോ ക്ലാസ്സോ കൊടുത്തിട്ടില്ല. പിറന്നു വീണാൽ കുട്ടിക്കറിയാം അതിന്റെ ആഹാരം എവിടെയാണ്. മഹാന്മാരായ ഉസ്താദുമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഒരു ജീവിയുണ്ട്, ഒരു മൃഗം, അതിന്റെ പേര് കാട്ടി എന്നാണ്. വേറെ എന്താ പേരെന്ന് എനിക്കറിയില്ല. കാട്ടി, ആ മൃഗത്തിന്റെ പേര് കാട്ടി എന്ന് പേരുള്ള ഒരു മൃഗം. മഹാനായ സയ്യിദ് മുഹമ്മദ് കോയ ബാലവി SMK തങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടു. കാട്ടി എന്ന് പറയുന്ന ഒരു മൃഗമുണ്ട്. ആ മൃഗം പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുഞ്ഞ് എഴുന്നേറ്റ് ഓടും, അതിന്റെ തള്ളയുടെ അടുത്ത് നിൽക്കില്ല. അള്ളാഹു കൊടുത്തിരിക്കുന്ന വിവേകം അങ്ങനെയാ. എന്തുകൊണ്ട്? പ്രസവം കഴിഞ്ഞാൽ തള്ളയിൽ അള്ളാഹു കൊടുത്തിരിക്കുന്ന ബോധം ആ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ നക്കി തുടയ്ക്കണം എന്നതാണ് മൃഗങ്ങളിൽ. അങ്ങനെയല്ലേ പശു ആടൊക്കെ പ്രസവിക്കുമ്പോ അങ്ങനെയാണല്ലോ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രസവമില്ല, മൃഗമല്ല, ഒന്നുമില്ല. ഞാൻ ഏതാണ്ട് ഇത് കെട്ടിച്ചമച്ച് പറഞ്ഞ പോലെ അങ്ങോട്ട് പറഞ്ഞേ, അങ്ങനെയല്ലേ? അതെ അല്ലേ? ഉഷാറാണോ? ഈ കാട്ടി എന്ന് പറയുന്ന മൃഗം പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുഞ്ഞിനെ അള്ളാഹു കൊടുത്ത വിവേകം അവിടെ നിന്നിട്ട് ഓടല. കാരണം ഇതിന്റെ തള്ള നക്കി തുടയ്ക്കാൻ ചെന്നാൽ ആ നാവ് തന്നെയാണ് ഏറ്റവും വലിയ മുറിവുണ്ടാക്കുന്നത്. നാവ് മുറിവുണ്ടാക്കും എന്ന ബോധം അല്ലാഹു ആ കുഞ്ഞിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ബോധം കൊടുത്തിട്ടുണ്ട്. ഇസ്രാഫീലും സൂറിലോതും. ആ സൂറിലൂതുന്ന നേരത്തെ ഒരു പ്രകമ്പനമുണ്ട്. എല്ലാരോടും പറഞ്ഞു, സ്വാലിഹീങ്ങളോടും പറഞ്ഞു, സ്വാലിഹല്ലാത്തവരോടും പറഞ്ഞു, ഇലാ റബ്ബിഹിം യൻസിലൂൻ, ഓടിക്കൊള്ളണം. റബ്ബിന്റെ വിളിയാണത്. ഓടുമ്പോൾ വിലാപ വാക്ക് പറയും. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. ഒരു വിഭാഗം ഇങ്ങനെയാ പറയാ. രണ്ടാമത്തെ വിഭാഗം പറയും ഹാദാ മാ വഅദർ റഹ്മാൻ വസ്സദഖൽ മുർസലൂൻ. രണ്ടാമത്തെ വിഭാഗത്തിൽ അല്ലാഹു നമ്മെ പെടുത്തട്ടെ. ഒന്നാമത്തെ വിഭാഗം പറഞ്ഞു, അവർ കിടന്ന ഖബറിന്റെ ഞെരുക്കം അവർക്ക് പ്രശ്നമല്ല, അവരുടെ
മനസ്സിന്റെ ഉള്ളിൽ തോന്നിയ വിവേകം അവർക്ക് അല്ലാഹു കൊടുത്തതായ വിവേകം കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഖബർ ഭൂമിയിലായിരുന്നു. ഭൂമി ശാശ്വത ലോകമല്ല, ഭൂമി നൈമഷികമാ. ഭൂമിയിലെ ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറേ ഉള്ളൂ. പോകേണ്ട മഹ്ശറ 50,000 കൊല്ലം ദൈർഘ്യമുള്ള ഒറ്റ ദിവസത്തിന്റെ മഹാസമ്മേളനമാ. അവിടെ പോയി കിടക്കലല്ല, ഖബറിൽ കിടക്കലായിരുന്നു. ഖബറിന്റെ അകത്ത് വെയിലില്ല, മഹ്ശറയിലെ വെയിലാണ്. മഹ്ശറ മോശമാവുമെന്നത് ഉറപ്പാണ്. മഹ്ശറ കഴിഞ്ഞാൽ അറ്റമില്ലാത്ത നരകമാണ്. അത് വെച്ച് ആലോചിക്കുമ്പോ അല്ലാഹുവേ, ഞങ്ങളുടെ ഖബർ ഞങ്ങൾക്ക് ഉറക്കമായിരുന്നു, സുഖനിദ്രയുടെ ഇടമായിരുന്നു. ആരടാ ഞങ്ങളുടെ ഉറക്കത്തിന് ഭംഗം വരുത്തിയത്? ആരടാ ഞങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ചതെന്ന വിലാപത്തിന്റെ സങ്കടമുറ്റിയ വാക്കുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞോടാ. ഒരു വിഭാഗം അങ്ങനെയാ പറയാ, മറ്റൊരു വിഭാഗം പറയും സന്തോഷത്തിന്റെ വർത്താനം. ആ സന്തോഷത്തിന്റെ ഓട്ടമാ ജന്നാത്തുൽ ഫിർദൗസ് കാണാൻ വേണ്ടിയിട്ട്, സ്വർഗത്തിന്റെ മനോഹാരിതയിലേക്ക് പറന്ന് എത്താൻ വേണ്ടിയിട്ട്, അല്ലാഹുവിന്റെ ലിഖാഇനെ കാണാൻ വേണ്ടിയിട്ട്, ഹബീബായ നബിയുടെ ഹൗള് കുടിക്കാൻ വേണ്ടിയിട്ട് സന്തോഷത്തിന്റെ ഓട്ടം ഓടുന്നവരാ രണ്ടാമത്തെ വിഭാഗം. അവര് പറയും ഹാദാ മാ വഅദർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹു. കണ്ടോ, ഒരു പോസിറ്റീവായ പ്രയോഗ. മറ്റത് അങ്ങനെയല്ല. ആദ്യത്തെ വിഭാഗം ഒരു ദേഷ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അരോചകമായ അസ്വസ്ഥതയുടെ ചോദ്യം, ആരടാ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്? രണ്ടാമത്തെ വിഭാഗം പറഞ്ഞത് കാരുണ്യവാനായ അല്ലാഹു സ്നേഹത്തോടുകൂടെ ഞങ്ങളോട് വഴുത ചെയ്തതായത്. മുർസലീങ്ങള് അത് വാസ്തവമാക്കി ഞങ്ങളുടെ മുന്നിൽ ചിത്രീകരിച്ചതാ. ഇതിനു വേണ്ടി ഞങ്ങളുടെ കാത്തു കിടന്നത്. ആ വിളിയെത്തിയല്ലോ. ഒരു 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയം ആ മഷ്റയിൽ ഒന്ന് പോയി നിന്നാ മതി. അല്ലാഹു അതിൽ പെടുത്തട്ടെ. അങ്ങനെ ഒരു വിഭാഗം ഖബറിൽ നിന്ന് പോകും. ആദ്യം പറഞ്ഞ വിഭാഗത്തിൽ അല്ലാഹു നമ്മെ പെടുത്താതിരിക്കട്ടെ. രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് നിനക്ക് ചേരണോ? അതിനുള്ള നിന്റെ യോഗ്യത അസ്യാമു ജുന്ന, നിന്റെ നോമ്പ് കുറ്റമറ്റതാണെങ്കിൽ നിനക്കതിൽ സാധ്യം. നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടെ ചെന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. വലത്തെ കയ്യിൽ കിതാബ് കിട്ടണം. അസ്യാമു ജുന്ന. പിന്നെ സുറാത്ത് എന്ന പാലത്തിന്റെ മൂർച്ചയുള്ള അഗ്രങ്ങളിൽ ചെരുപ്പിടാതെ നമ്മൾ പിച്ചവെക്കുമ്പോ അവിടെ മിന്നൽ പിളര് വേഗതയിൽ സ്വർഗത്തിന്റെ അനുഗ്രഹ വിഭൂഷിത അകത്തളത്തിൽ കാലുകുത്തണോ? അസ്യാമു ജുന്ന, നിന്റെ നോമ്പ് കുറ്റമറ്റതാവട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുറ്റമറ്റ നോമ്പിന് എന്താണ് വേണ്ടത്? ഇത് പറയ മാത്രമല്ല, അതിന്റെ എല്ലാ അവസ്ഥകളെ കുറിച്ചും സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് കുറ്റമറ്റ നോമ്പ് വേണോ? പറവൂര് വടക്കേക്കര മുസ്ലിം ജമാഅത്തിന്റെ അങ്കണത്തിൽ കൂടിയ സഹോദര സഹോദരി, എനിക്കും നിങ്ങൾക്കും കുറ്റമറ്റ നോമ്പ് വേണോ? എങ്ങനെയാ ഉസ്താദെ കുറ്റമറ്റ നോമ്പ് ഉണ്ടാവാ? അല്ലാഹു കബൂലാക്കിയ നോമ്പിന് പട്ടിണി കിടന്നാൽ മാത്രം പോരാ. കേട്ടോളോ, ഹബീബായ നബി തങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടില്ല അതിനെപ്പറ്റി. അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് പറഞ്ഞിട്ടില്ല. ഒരുപാട് പറയാത്ത കാര്യ കുറ്റമറ്റ നോമ്പിന് വളരെ എളുപ്പത്തിലാ, എന്നാൽ അസാധ്യമാ, വലിയ പ്രയാസമാ. ഒന്ന് ശ്രദ്ധിച്ചാൽ, ഒരല്പനേരം നമ്മുടെ വിവേകം ഒന്ന് പ്രവർത്തിച്ചാൽ, അല്ലാഹുവേ ഞാനൊരു സാധാരണക്കാരനല്ലല്ലോ, നീ തെരഞ്ഞെടുത്ത മഹാഭാഗ്യം കിട്ടിയ ഒരു വലിയ ഭാഗ്യവാനല്ലേ ഞാൻ, ഇന്ന് നോമ്പുകാരനല്ലേ, ഞാൻ എന്നെ ബഹുമാനിക്കണമല്ലോ. ഒരു ശ്രദ്ധ നമ്മുടെ വിവേകത്തിലുണ്ട് എങ്കിൽ കുറ്റമറ്റ നോമ്പായി മരണത്തിന്റെ വെപ്രാളത്തിൽ നമുക്ക് ഏറ്റവും വലിയ സുഹൃത ബാന്ധവത്തിലൂടെ സ്വർഗത്തിന്റെ അകത്തളത്തിലെത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കുറ്റമറ്റ നോമ്പ് കൊണ്ട് സാധ്യമെന്ന് പറഞ്ഞോടത്തേക്ക് നമുക്ക് എളുപ്പത്തിലെത്താം. ഫൈദാ കാന യൗമു സൗമി അഹദികും, നിങ്ങളിൽ ഓരോരുത്തരും നോമ്പെടുക്കുന്ന ദിവസം എത്തിക്കഴിഞ്ഞാൽ, നിങ്ങളിൽ ഓരോരുത്തരും നോമ്പെടുക്കുന്ന ദിവസം എത്തിയാൽ, അത് പകലാവട്ടെ രാത്രിയാവട്ടെ. യൗമെന്നാ പറഞ്ഞത്, ലൈലും നഹാറും ചേർന്നാൽ ആ യൗമെന്ന് പറയാം. ഞാനും നിങ്ങളും
നോമ്പെടുക്കുന്ന അന്നത്തെ ദിവസം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ദിവസത്തിൽ കഴിഞ്ഞാൽ നിങ്ങളുടെ നാവ് കൊണ്ട് വൃത്തിയില്ലാത്തതൊന്നും പറയല്ലേ, നിലവാരമില്ലാത്തത് പറയല്ലേ. നോമ്പെടുത്ത ശരീരമേ നീ ബഹളം വെക്കല്ലേ. നബി മുഹമ്മദ് മുസ്തഫ ഗീബത്ത് പറയല്ലേ നീ പറയണ്ട, നമീമത്ത് പറയല്ലേ എന്ന് പറയണ്ട, കളവ് പറയല്ലേ എന്ന് പറയണ്ട, ഒന്നും പറയണ്ട. ഈ രണ്ട് കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മനസ്സിലായില്ല? ഗീബത്തും നമീമത്തൊന്നും ചർച്ചന്നില്ല. അങ്ങോട്ടൊന്നും എത്തണ്ടോ, നീ ഒന്ന് ഉറക്ക വർത്താനം പറയല്ലെന്ന് ആരോട് പറഞ്ഞു? നോമ്പ് കബൂലാവണോ ഉച്ചത്തിൽ സംസാരിക്കല്ലേ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെല്ലാവരും ആദരിക്കുന്ന നേതാക്കളുണ്ട്. മഹാനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലെ, മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാരെ പോലെ നമ്മളെല്ലാവരും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന സ്വാത്വികരായ പണ്ഡിതന്മാർ, മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ പോലെയുള്ള ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സഞ്ചരിച്ച അങ്ങനത്തെ മഹാമനീഷിയായ ഒരു മനുഷ്യൻ നമ്മുടെ വീട്ടിലേക്ക് വരാന്ന് വെച്ചോ. അങ്ങനെ അദ്ദേഹം വരുന്ന സമയം 11:30 വീടിന്റെ ഗേറ്റ് കടന്നു. സാധാരണ നമ്മുടെ വീട്ടിൽ ഒച്ചയിലും ബഹളത്തിലും ഒക്കെ ഭാര്യയും ഭർത്താവും ഷണ്ട കൂടുന്നത് ആ മഹാൻ വന്നിരിക്കുമ്പോൾ നമ്മൾ ചെയ്യാറില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തോടുള്ള ആദരവ്. മൂപ്പര് പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ പഴയ ആ പൂരപ്പാട്ട് തുടങ്ങും. എന്തുകൊണ്ട്? അദ്ദേഹത്തെ ആദരിക്കുന്നു. പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് വീട്ടിലേക്ക് വരുന്നു. സാധാരണ പറയുന്ന എല്ലാ കോമഡിയും അന്ന് നമ്മുടെ വീട്ടിൽ പറയൂല, അദ്ദേഹം ഇരിക്കുന്ന സദസ്സിൽ പറയൂല. എന്തുകൊണ്ട്? ആഗതനെ നമ്മൾ ആദരിക്കുന്നു. ആ ഒരു ആദരവ് നമ്മുടെ നഫ്സിലുണ്ടാവണം. നമ്മുടെ നഫ്സിൽ ആഗതൻ ഉണ്ട്. ആ ആഗതൻ പരിശുദ്ധ റമളാൻ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം ഹദീസ്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. മാ അതഅലൽ മുസ്ലിമീന ശഹ്റുൻ ഖൈറുൽ ലഹും മിൻ റമളാൻ. മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു കാലയളവ് വരാൻ റമളാനിനപ്പുറം ഇനി വേറൊന്നില്ല. മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ഉത്സവം റമളാൻ. അമലിന്റെ ഉത്സവമാ, സൽക്കർമ്മങ്ങളുടെ ഉത്സവമാ, അത് സഹാനുഭൂതിയുടെ ഉത്സവമാ, അത് മനുഷ്യത്വത്തിന്റെ ഉത്സവമാ, അത് വിഷണ്ണതനായവന്റെ ഉദരത്തിന്റെ വേദന അറിഞ്ഞ ഏറ്റവും വലിയ സഹാനുഭൂതിയുടെ ആഘോഷമാ. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം റമളാനിനേക്കാളും സന്തോഷകരമായ ഒരു സന്ദർഭം വേറെയില്ല. സന്തോഷമുണ്ട് ഉസ്താദെ, റമളാൻ എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട്. ഉണ്ടല്ലോ. സമൂസ കഴിക്കാനുള്ള സന്തോഷാണോ? അല്ല. റമളാന്റെ കിറ്റ് കിട്ടും, സന്തോഷാണോ? അതല്ല. കൈമടക്ക് കിട്ടും, തരിക്കഞ്ഞ് കിട്ടും, സന്തോഷാണോ? അല്ല. ആ സന്തോഷമല്ല. വലാ തഅലൽ മുനാഫിഖീന ശഹ്റുൻ ശർറുൻ ലഹും മിൻ റമളാൻ. ഒരു കപട വിശ്വാസ ചിന്തിക്കായി എങ്ങനെയാലും ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാ മതി. അല്ലാഹു അതിൽ നമ്മെ ആ ചിന്തിക്കുന്നവരിൽ പെടുത്താതിരിക്കട്ടെ. എന്തുകൊണ്ട് സന്തോഷം? വദാലിക ലിമാ യുദ്ദുൽ മുഅ്മിനൂൻ ഫീഹി മിനൽ ഖുവ്വത്തി ലിൽ ഇബാദ. ഇബാദത്ത് ചെയ്യാലോ. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1000 എന്ന് ടിക്കിടുന്ന, ഒരു നോമ്പെടുത്താൽ 1000 എന്ന് ടിക്കിടുന്ന, ഒരു സദഖ ചെയ്താൽ 10,000ങ്ങളുടെ പ്രതിഫലം അല്ലാഹു വാരിക്കോരി തരുന്നു എന്ന് പറയപ്പെട്ട ആ വലിയ വസന്തോത്സവമേ, ആ വസന്തോത്സവത്തിന്റെ ഇടിനാദമേ പരിശുദ്ധ റമളാൻ. സത്യവിശ്വാസിയുടെ സന്തോഷത്തിന്റെ ആഘോഷത്തിന്റെ ഏറ്റവും വലിയ കാലയളവ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ റമളാൻ വരുന്നതിൽ സന്തോഷിച്ചോളൂ. സന്തോഷിക്കുന്നവന്റെ ശരീരം നരകത്തിന് ഹറാമാ. നബി മുഹമ്മദ് മുസ്തഫ ഫൈദാ കാന യൗമു സൗമി അഹദികും, നിങ്ങളിൽപ്പെട്ട ഓരോരുത്തരും നോമ്പെടുക്കുന്ന പ്രഭാതം എത്തിക്കഴിഞ്ഞാൽ ഫലാ യർഫുസ്, നിന്റെ വായ കൊണ്ട് പറയുന്ന കോമഡിയിൽ നീ ചിന്തിക്കണേ. സെക്സിന്റെ ലാഞ്ചനയോടുകൂടി വർത്താനം പറഞ്ഞാൽ മാത്രമേ അതൊരു കോമഡിയാകൂ എന്ന രീതിയിലേക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ മ്ലേച്ഛമായ അരങ്ങേറ്റങ്ങളും കൺമുന്നിൽ ആൻഡ്രോയിഡിന്റെ നീല വെളിച്ചത്തിൽ കത്തിത്തിമിർക്കുമ്പോൾ അതാണ് ജീവിതത്തിന്റെ എന്റർടൈൻമെന്റ് കരുതി അതിലൂടെ സായൂജ്യമടയുന്ന പുതിയ തലമുറയോട് പറയട്ടെ, ഫലായർഫുസ്, നാവുകൊണ്ട് നിലവാരമില്ലാത്ത സെക്സിന്റെ ലാഞ്ചനയുള്ള കോമഡി പറയല്ലേ. കോമഡി ആവണമെങ്കിൽ അത് പറയണം.
അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്തൊരവസ്ഥയാണ് ആലോചിച്ച് നോക്കണം. 2ാം ക്ലാസ്സിലെ ഫിഖ്ഹിൽ ഹൈലിന്റെ മസല ചർച്ച ചെയ്യുന്നത് മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദെ അതൊന്നും കുട്ടികളുടെ മുന്നിൽ പറയരുതിട്ടോ, മോശാണ്. അങ്ങനെ പറയും ചില ഉമ്മമാര് അല്ലെങ്കിൽ ചില വാപ്പമാര്. എന്നിട്ട് വൈകുന്നേരം ഉമ്മായും മോനും മോളും ഒക്കെ കൂടിയിട്ട് ജമാഅത്തായിട്ടിരുന്ന ആൽബത്തിലെ പാട്ട് കാണും. അവിടെ അതൊന്നും ഒരു വിഷയമല്ല. അതൊക്കെ വിട്ടുട്ട് ആ ലെവലൊക്കെ വിട്ടു. ഉസ്താദ് 15 കൊല്ലം മുമ്പുള്ള ആളാണ്, അപ്ഡേറ്റ് ആയിട്ടില്ല. എന്തൊക്കെയാ ഇന്നത്തെ മിനി സ്ക്രീനും അതുപോലെ തന്നെ മൊബൈൽ സ്ക്രീനും ഒക്കെ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഹോമിക്കുന്നത് നമ്മളുടെ ഈ മൊബൈൽ സ്ക്രീനിലൂടെയാണ്, അല്ലേ? സമയം നോക്കാൻ വേണ്ടി ഇന്ന് വാച്ച് കെട്ടുന്ന ആളുകൾ കുറവാണ്, കെട്ടിയാൽ തന്നെ ഉപയോഗിക്കൽ കുറവാണ്. വാച്ച് കെട്ടി വാച്ചിലേക്ക് നോക്കൂല, നമ്മൾ സമയം നോക്കാം. എവിടെയാ? മൊബൈലിൽ നോക്കാം. സമയം നോക്കുന്നത് സമയം എന്താന്ന് അറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നീക്കാൻ. എവിടെയോ ഒരു സമയക്കുറവ് അനുഭവപ്പെടുന്നു. തിരക്ക് എന്നതിന്റെ ഒരു പ്രതീകമാ സമയം നോക്കൽ, അല്ലെങ്കിൽ അടുത്ത കാര്യം ചെയ്യാൻ വേണ്ടി. അങ്ങനെ ധൃതി അനുഭവപ്പെടുന്നിടത്ത് സമയം നോക്കാൻ വേണ്ടി സമയമില്ല എന്നൊരവസ്ഥയിൽ നിൽക്കുന്ന ആൾ മൊബൈലിൽ നോക്കിയാ അതിന്റെ പേരിൽ തന്നെ കുറെ സമയം പോകും. അതെ, അപ്പം മൂത്താപ്പയുടെ മോന്റെ മെസ്സേജ് വന്നു, കോഴിയുടെ പുറകെ പൂച്ച ഓടിയ വാട്സാപ്പ് വീഡിയോ വന്നു, അതിന്റെ പിന്നാലെ അങ്ങ് പോയി 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 എന്തിനാണാവോ ഞാനിപ്പോ മൊബൈലിൽ സമയം മൊബൈൽ ഓപ്പൺ ആക്കിയെന്ന് പോലും അറിയൂല. അങ്ങനെ കുറെ സമയം കിടക്കാൻ നേരം അവസാനത്തെ ആയത്തിൽ കുറിച്ച് അങ്ങോട്ട് മാറ്റിവെക്കല ഈ സാധനം. എന്നിട്ട് ഉണർന്നാൽ ആദ്യം നോക്കുന്നത് വല്ല മിസ് കോൾ ഉണ്ടോ, മെസ്സേജ് ഉണ്ടോ. മൊബൈൽ സ്ക്രീനിൽ തുടങ്ങി മൊബൈൽ സ്ക്രീനിൽ അവസാനിക്കുന്ന പാഴ്ജന്മങ്ങളായി നമ്മുടെ 60 വയസ്സ് കാലഘട്ടത്തിൽ ഈ സാധനം ഉപയോഗിക്കാൻ നമുക്ക് പറ്റിയ 60 വയസ്സിന്റെ 30 വയസ്സും ഈ സ്ക്രീനിലൂടെ നമ്മൾ നശിപ്പിക്കുന്നു എന്ന ഒരു ബോധം നമുക്കില്ല. മനുഷ്യ സഞ്ചയത്തിന്റെ ഒരു വലിയ പരാജയത്തിന്റെ തുടക്കമെന്ന പോലെ നമ്മെ കാർന്നു തിന്നുന്ന പലതരത്തിലുള്ള ജീവിതത്തിന്റെ ദുശീലങ്ങളുടെ കൂട്ടത്തിൽ ലഹരി എന്ന് പറയുന്നിടത്ത് കള്ളും കഞ്ചാവും മയക്കുമരുന്നും മാത്രമല്ല, ഒഴിവാക്കി നിർത്താൻ പറ്റാത്ത ഏത് അവസ്ഥയെയും ലഹരി എന്ന് പറയാം. എങ്കിൽ ഏറ്റവും വലിയ ലഹരി ഇത് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, 15 മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ അടുത്ത് നിന്ന് മൊബൈൽ ഒന്ന് മാറ്റി വെക്കാൻ നമുക്ക് കഴിയില്ല. സുബഹിക്ക് പള്ളിയിൽ വരുമ്പോഴും മൊബൈലായിട്ടാ പോവാ. എന്തുകൊണ്ട്? ആരും വിളിച്ചാലോ? ആരും വിളിക്കൂല, ആരും വിളിക്കൂല. എന്നാൽ അത് നമ്മുടെ അടുത്ത് നിന്ന് മാറ്റി നിർത്തല് വലിയ അസ്വസ്ഥത. രാവിലെ ഒരു 9:30 മണിക്ക് 9 മണിക്ക് ഇന്നു കിടന്നു, 10:30 മണിക്ക് ഞാൻ എഴുന്നേറ്റു. 9 മണി ഒരു 8 മണിക്ക് കിടന്നു, 10:30 മണിക്ക് എഴുന്നേറ്റു. 10 മിസ് കോള് ആ സമയത്ത് വന്നു. ഒരു 11 മണിയായപ്പോഴേക്കും ഒക്കെ വിളിച്ചു തീർത്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ പോലും എനിക്കത് മാറ്റിവെച്ചത് തന്നെ ഒരു വലിയ സമയത്തെ പിന്നീട് വീണ്ടെടുക്കേണ്ടി വന്നു എന്നവസ്ഥ. ഇത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വന്ന ഒരു വലിയ അപകടം. നമ്മളെല്ലാവരും ഈ വിഷയത്തിൽ ഒരുപോലെ ഇമാം ബൈഹഖി അവിടുത്തെ ഹദീസ് പറയുന്നുണ്ട്, സമയബോധമില്ലാത്തവൻ, അവന്റെ ആയുസ്സിനെ കുറിച്ച് ബോധമില്ലാത്തവൻ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹുവല്ലദീ ജഅല അശ്-ശംസ ദിയാഅൻ വൽ-ഖമറ നൂറൻ വഖദ്ദറഹു മനാസില ലിതഅലമൂ അദദ അസ്-സിനീന വൽ-ഹിസാബ്. സൂര്യനെ അല്ലാഹു പടച്ചതെന്തിനാ? ചന്ദ്രനെ അല്ലാഹു പടച്ചതെന്തിനാ? ഭ്രമണപഥങ്ങൾ അല്ലാഹു കൊടുത്തതെന്തിനാ? ഈ സൂര്യചന്ദ്ര നക്ഷത്രാങ്കിത ഗോളങ്ങൾക്ക് അല്ലാഹു പരിക്രമണങ്ങൾ നൽകിയതെന്തിനാ? ആകാശത്തിൽ അമ്പിളിക്ക് പകരാൻ അമ്പിളിക്ക് അഴക് പകരാൻ പരകോടി നക്ഷത്ര സമൂഹത്തെ അല്ലാഹു വിന്യസിപ്പിച്ചതെന്തിനാ? ലിതഅലമൂ, നിങ്ങൾക്കൊരു ബോധമുണ്ടാവാൻ വേണ്ടിയാ. അദദ സിനീൻ, എത്ര കൊല്ലം ഇവിടെ ജീവിച്ചു എന്ന്. വൽ ഹിസാബ്, നിന്റെ സമയം അമൂല്യമാണെന്ന ബോധമുണ്ടാവാൻ വേണ്ടിയാ. എല്ലാത്തിനും ഒരു കണക്ക് വേണം മുഅ്മിനേ, എല്ലാത്തിനും ഒരു കണക്ക് വേണം മുഅ്മിനേ. ആലോചിച്ചു നോക്കണേ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങളിൽ ഓരോരുത്തരും നോമ്പെടുക്കുന്ന ദിവസം എത്തിക്കഴിഞ്ഞാൽ ആ ദിവസത്തിൽ വലാ യർഫുസ്, നിങ്ങൾ വൃത്തികെട്ട ഒരു വർത്തമാനവും പറയല്ലേ, നിലവാരമില്ലാത്ത ഒരു വർത്തമാനവും പറയല്ലേ.
നിലവാരമില്ലാത്ത വർത്താനം. എവിടെയാ നിലവാരത്തിന്റെ മാനദണ്ഡമെന്നറിയുമോ? ആലോചിച്ച് നോക്കണേ, എവിടെയാ നിലവാരം? നിലവാരത്തിന്റെ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തപ്പെട്ട പോലെ ഞാൻ ഈ പറയുന്ന വാക്കുകൾ കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ എനിക്ക് കൂലി കിട്ടുമോ എന്ന് നമുക്ക് നിജപ്പെടുത്താൻ പറ്റുന്ന വാക്കുകളാ നിലവാരമുള്ളത്. ഞാൻ ഈ പറയുന്ന വർത്താനം അത് അള്ളാന്റെ മുന്നിൽ എനിക്ക് കൂലി കിട്ടുന്നതാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നതാണ് നിലവാരമുള്ള വർത്താനം. അങ്ങനെയാണ്. നിങ്ങൾക്കറിയുമോ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് പറയട്ടെ. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഹദീസ് കാണാം. നബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി, എന്റെ കൂടെ വരണേ, നമുക്ക് മദീനയിലേക്ക് പോകണം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്ന നല്ല നോമ്പുകാരനായി തിരിച്ചു വരണം. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇദാ അസ്ബഹ ഇബ്നു ആദമ, ഓരോ ദിവസവും പ്രഭാതത്തിന്റെ പൊൻപുലരിയിൽ കിഴക്കൻ ചക്രവാള സീമയിൽ നിന്നുകൊണ്ട് സൂര്യൻ പുഞ്ചിരിച്ചു തുടങ്ങുന്ന പ്രഭാതത്തിന്റെ പൊൻകിരണമെത്തുമ്പോ സുബഹിക്ക് തന്നെ ഫഇന്നൽ അഅ്ലാഅ കുല്ലഹാ തുകഫിറുൽ ലിസാൻ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ കണ്ട സർവ്വ അവയവങ്ങളും, കാണാത്തതെത്രയാ നമ്മുടെ ആന്തരിക അവയവങ്ങൾ, നമ്മുടെ എല്ലാ അവയവത്തെയും നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടില്ല. മനുഷ്യ ശരീരത്തിലുള്ള ആയിരക്കണക്കിന് വരുന്ന അവയവങ്ങൾ, കോടിക്കണക്കിന് വരുന്ന കോശങ്ങൾ, പതിനായിരക്കണക്കിന് വരുന്നതായ ചെറിയ ചെറിയ അസ്ഥികൾ, പേശികൾ എല്ലാം കൂടിയിട്ട് ഒരു പ്രത്യേകമായ രൂപത്തിൽ, കോലത്തിൽ തുകഫിറുൽ ലിസാൻ, നാവിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് പഞ്ചപുച്ഛമടക്കിയിട്ട് ഒരു അപേക്ഷ വെക്കാത്ത ഒരൊറ്റ പ്രഭാതവും എനിക്കും നിങ്ങൾക്കും വന്നു പോയിട്ടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഫഇന്നൽ അഅ്ലാഅ കുല്ലഹാ തുകഫിറുൽ ലിസാൻ, എല്ലാ അവയവങ്ങളും ഒരു പ്രത്യേകമായ രൂപത്തിൽ, കോലത്തിൽ നാവിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് അപേക്ഷ പറയുന്നു. വത്തഖൂലു, എല്ലാ അവയവവും പറയുന്ന ഭാഷ ഇതാ, യാ ലിസാൻ ഇത്തഖില്ലാഹ ഫീനാ, ഓ നാവേ, അല്ലാഹുവിനെ നീ പേടിക്കണേ ഞങ്ങളുടെ കാര്യത്തില്. ഓ നാവേ, അല്ലാഹുവിനെ നീ പേടിക്കണേ ഞങ്ങളുടെ കാര്യത്തിൽ. നീ നന്നായാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. നീ വളഞ്ഞാൽ ഞങ്ങൾ പോയി, ഞങ്ങളുടെ കാര്യം പോക്ക. നീ നന്നാവണേ എന്ന് നാവിനോട് അപേക്ഷ വെക്കാത്ത ഒരൊറ്റ പ്രഭാതവുമില്ലെന്ന് പറയുന്ന ഇമാം തുർമുദി ഉദ്ധരിച്ച ഈ ഹദീസ് ഇമാം ഖതീബ് തിബ്രീസിയുടെ മിഷ്കാത്തിൽ കാണാം. വ്യാഖ്യാനത്തിൽ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തി. എന്തുകൊണ്ടെന്നറിയുമോ? ഫഇന്നൽ ലിസാന ഖലീഫത്തുൽ ഖൽബി, നാവ് നന്നായാൽ ഖൽബ് നന്നായി. ഖൽബ് നല്ലതാണോ നാവ് നന്നാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പലപ്പോഴും പറയാറില്ലേ, അവന്റെ മനസ്സിലിരിപ്പാ കേട്ടത്, അവളുടെ മനസ്സിലിരിപ്പാ പറഞ്ഞത്. മനസ്സൊന്ന് നന്നായാൽ നമ്മുടെ നാവ് നന്നായി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊരു അലങ്കാരമാ മുഅ്മിനെ, അനിവാര്യമായ സാധനമല്ല നാവ്. ഒരലങ്കാരം. ഈ ട്യൂബ് ഇവിടെ ഇടാതെ അത്രയും ട്യൂബ് അവിടെ ഇട്ടു. ട്യൂബ് ഇട്ടിട്ടുണ്ട്, പക്ഷെ തെളിഞ്ഞിട്ടില്ല. നമ്മൾ പറയും അത് വൃത്തിയാടാ, അതുപോലെ തെളിച്ചേരെ എന്ന് പറയും അല്ലേ. ഞാനിപ്പോ ഇന്ന് വെള്ള ഇട്ടു, തലയെക്കെട്ടും കെട്ടി ഇങ്ങനെ വന്ന് കയ്യിലൊരു വാച്ച്, ഒരു മോതിരം ഒക്കെ ഉണ്ട്. ഞാൻ ഈ ഉടുത്ത വെള്ള മുണ്ടിന് പകരം ഒരു നീല കള്ളിത്തുണിയാണ് ഉടുത്തിട്ട് വന്നെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് ചിരിക്കും. ഈ മുസ്ലിയാർ എവിടെ നിന്നായിരിക്കും വന്നത്, പുള്ളിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്നായിരിക്കും. അതിന്റെ ഒരു അലങ്കാരം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഇത്രയും മനോഹരമായ ഇത് ഹിഫ്ദുൽ ഖുർആൻ കോളേജാണ് ഉസ്താദേ, മാഷാ അല്ലാഹ്. ഈ ബിൽഡിങ്ങില് ഇത് തേച്ച് പെയിന്റ് അടിച്ചില്ലെങ്കിൽ പോലും ഇത് ആ ചെങ്കല്ല് ഭിത്തിയായി നിന്നാലും ഇത് ബിൽഡിംഗ് ഹിഫ്ദുൽ ഖുർആൻ കോളേജ് എന്ന് പറയാൻ നമുക്ക്. പക്ഷേ അതിന്റെ ഒരു അലങ്കാരം ആ തേച്ച് പെയിന്റ് അടിക്കില്ല. ഈ അലങ്കാരം അനിവാര്യമല്ല. അവിടെ കുട്ടികൾ പഠിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ അതൊരിക്കലും നിർബന്ധമുള്ള കാര്യമല്ല. അലങ്കാരമാണ് നാവ്, നിർബന്ധമില്ല. ഹയവാൻ നാത്തിഖ് എന്ന് പറഞ്ഞു മനുഷ്യനെ പറ്റി. നാവ് അത്ര പ്രാധാന്യം ഉണ്ട് അവന്റെ ജീവിതത്തിൽ ഉണ്ട്. അവൻ മനുഷ്യനാണെന്ന് പറയാൻ വേണ്ടി മാത്രം. പക്ഷേ ഇതൊരു അലങ്കാരമാണ്, എന്നാൽ വലിയ അനുഗ്രഹമാ. അലം നജഅൽ ലഹു ഐനൈനി
വനിസാനു വശഫത്തൈനി വഹദൈനാഹുൻ നജ്ദൈൻ. അല്ലാഹ് തന്നത് എടുത്ത് പറഞ്ഞതാ നാവ്. അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ, അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ രണ്ട് കണ്ണ് തന്നില്ലേ, എന്തോ ഒരു സൂക്ഷ്മമായ അവയവമാണ്, എന്തൊരു മനോഹരമായ അവയവമാണ്. സ്നേഹത്തോടുകൂടെ നമ്മൾ പറയാ, ഉപ്പാന്റെ കണ്ണാ, ഉമ്മാന്റെ കണ്ണാ. ശ്രീകൃഷ്ണനെ ഹൈന്ദവ സഹോദരന്മാരെ വിളിക്കുന്നത് പോലും എന്താണ്? കണ്ണാ. ഞാൻ അവയവം ഒന്നും മാറ്റാണ്, കണ്ണിന്റെ സ്ഥാനത്ത് കാല് വെച്ച് അങ്ങനെ ഇരിക്കും. ഞാൻ സ്നേഹത്തോടു കൂടെ ഒരാളങ്ങനെ എന്റെ കൂടെ വന്ന ഫർസാനെ പിടിച്ചിട്ട് മോനെ കണ്ണ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ അവൻ ചിരിക്കും. ആ കവളത്ത് പിടിച്ചിട്ട് ഇങ്ങനെ നുള്ളിട്ട് കാല എന്ന് വിളിച്ചു ചിലപ്പോ അവയവം ഒന്നും മാറി. പ്രിയപ്പെട്ട അവയവമാണ് കണ്ണ്. കണ്ടതിനേക്കാളേറെ കാണാത്തതകത്ത. കണ്ടാ തന്നെയും അത് ഇടക്കിടക്ക് ഷട്ടറിടല് നിർബന്ധ. അനിഷേധ്യമായി ഈ ഇമകൾ പരസ്പരം ചേരല് നിർബന്ധ. രാത്രിയായി കഴിഞ്ഞാൽ ആരും കാഴ്ചക്കാരില്ലാത്തോടത്തും പബ്ലിക്കിലും ഇത് തുറന്നു വെച്ച പോലെ ആരുമില്ലാത്തോടത്ത് തുറന്നു വെക്കേണ്ടതല്ല. നീ ഉറങ്ങല്ലേ എന്ന് അടഞ്ഞിരിക്കട്ടെ. കണ്ണാണ്. ഒരു ലെൻസും ഒരു റെറ്റിനയും അല്പം ജലവും പിന്നെ ലവണവും ചേർന്ന് ഈ മാംസ കഷ്ണത്തിൽ എത്ര ഞരമ്പുകളാ. ജീവിതത്തിൽ ഒരാൾ സമ്പാദിക്കുന്ന അറിവിന്റെ 80% ഈ ഒരു അവയവം കൊണ്ട്. ഇത് അനുഗ്രഹമായി, ഇത് വല്ലാത്ത സെൻസറാണ്. നേരെ വരുന്നതായ ഒരു ഈച്ച കണ്ണിന്റെ മുന്നിലെത്തിയാൽ കൃത്യമായി സെൻസർ വർക്ക് ചെയ്യുന്നു. ആ കണ്ണങ്ങ് അടയാ. അവസാനം റൂഹ് വന്നത് കണ്ണിലാണ്. അവസാനം റൂഹ് പിരിയുന്നത് കണ്ണിലാണ്. മണ്ണറയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മണ്ണ് തിന്നുന്നത് ആദ്യവും കണ്ണാ. 3ാമത്തെ ദിവസം കണ്ണ് പോക്കാ. കണ്ണോക്ക് മരിച്ചു കഴിഞ്ഞ കണ്ണ് പോക്കാ. വലിയ അനുഗ്രഹ. 2 തന്നു. ഞാൻ പറയട്ടെ, ഞാനിവിടെ വന്നപ്പോ ബഹുമാന്യനായ റഷാദി ഉസ്താദിനെ ഞാൻ എന്റെ വലത്തെ കണ്ണുകൊണ്ടാ ആദ്യം കണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റൂല. അല്ല, ഇടത്തെ കണ്ണ് ഏതത് നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ആരപ്പ ആദ്യം കണ്ട്? രണ്ടും ഒരുപോലെയാണ്. എത്ര കൃത്യമായി ഫ്ലിപ്പ് ചെയ്യുന്ന വാഹനത്തിന്റെ മിറർ പോലും ഒരുമിച്ച് തുറന്ന് ഒരുമിച്ച് അടയുന്നില്ല. ഒരു മൈക്രോ സെക്കൻഡ് സമയമെങ്കിലും വലത്തെ ഭാഗത്തേത് ഒരു പക്ഷെ ആദ്യമായിരിക്കാം. ഒരുമിച്ച് കൈവീശി നടക്കുന്നില്ല. നമ്മളാൽ ചെയ്യുന്ന ഒന്ന് സമാന്തരമായി മറ്റൊന്നിനോട് തുല്യത പുലർത്തുന്ന ഒരു വേഗതയെ കൃത്യമായി നിർണയിക്കാൻ കഴിയാത്ത നമ്മെ പോലെയുള്ളവരോട് അള്ളാഹുവിന്റെ സെൻസറിന്റെ ശക്തി പറയണേ. കണ്ണ് തന്നെ പറയട്ടെ, അലം നജ്അൽ ലഹു ഐനൈൻ. 2 കണ്ണ് അല്ലാഹ് തന്നില്ലേ, വലിയ അനുഗ്രഹമാ. കണ്ണില്ലാത്ത അവസ്ഥയിൽ പച്ച നിറത്തിന്റെ പച്ചപ്പിനെ ആസ്വദിക്കാൻ കഴിയുമോ? നെൽപ്പാടത്തിന്റെ സൗന്ദര്യം കാണാൻ കഴിയുമോ? കുഞ്ഞിളം പ്രായക്കാരനായ നമ്മുടെ പൊന്നുമോന്റെ കിളിനാദം കേട്ടപ്പോ ആ പൂവതരത്തിന്റെ മനോഹരമായ പുഞ്ചിരിയെ ഒന്ന് കാണാൻ, മുല്ലമുട്ട് അടുക്കി വെച്ച പോലെയുള്ള ചെറിയ പല്ലുകൾ ചിരിച്ചു കാണിച്ചതെന്ന് കാണാൻ, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതിൽ ഒരു മനുഷ്യന് എത്ര വലിയ ഭാഗ്യം നിഷേധിക്കപ്പെട്ട പോലെ അള്ളാഹു സൗഭാഗ്യത്തെ എടുത്തു പറഞ്ഞു, അലങ്കാരത്തെ എടുത്തു പറഞ്ഞു. അലം നജ്അൽ ലഹു ഐനൈൻ. 2 കണ്ണ് നിനക്ക് തന്നില്ലേ, വലിസാന, ഒരു നാവും തന്നില്ലേ. 2 കണ്ണ് തന്നത്, കാത് 2, കൈ 2, മൂക്കിന് ദ്വാരം 2, ലെൻസ് 2, വൃക്ക 2 2 പോന്നോടത്തേക്ക് അള്ളാഹു തന്ന ഒന്ന് മാത്രം നാവാണ്. എന്തുകൊണ്ട്? നാവ് കൊണ്ടുള്ള ഫിത്ന കൂടുതലാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഇമാം ബുഖാരിയുടെ സ്വഹീഹിലുണ്ടല്ലോ ഹദീസ്, ബനിയൽമല്ലി മാ ബൈന ലിഹയൈഹി വമാ ബൈന റിജ്ലൈഹി അൽമല്ലഹുൽ ജന്നാ. താടയല്ല 2, അതിന്റെ ഇടയിലെ നാവ് 1, തുടയല്ല 2, അതിന്റെ ഇടയിലെ ഗുഹ്യഭാഗം 1. ഈ 2 അവയവങ്ങൾ
ഓരോന്ന് തന്നിട്ടുള്ള ഈ രണ്ടവയവങ്ങൾ ഹറാമ് ചെയ്യില്ലെന്ന് ഉറപ്പ് പറയാൻ ചങ്കൂറ്റമുള്ളവനെ, നിനക്ക് സ്വർഗം കൊണ്ട് ഞാൻ ഉറപ്പ് പറയാണെന്ന്. ഞാനല്ല പറഞ്ഞത് ഇന്ന് വരെ പിഴച്ചിട്ടില്ലാത്ത മക്കയുടെ വരദാനം, മദീനയുടെ മന്നമാരുതൻ, ലോകത്തിന്റെ അജയ്യനായ അമരക്കാരൻ അമീനെ മുജ്തബ ഹബീബെ മുർത്തള നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്. അതുകൊണ്ട് പറയട്ടെ, നിർബന്ധമല്ല നമ്മുടെ നാവ്, ഇതൊരു അലങ്കാരമാ. അന്നുത്ഖു സൈനോ വസ്സുകൂതു സലാമത്തുൻ ഫഇദാ നതഖത ഫലാ തകും മുകാഥിറ മാ ഇന്നദംത അലസ്സുകൂതി മറതൻ വലഖദ് നദംത അലൽ കലാമി മിറാറാ ഇദാ തമ്മ ഖുലുൽ المرء قل كلامه وأيقن بمحق منه إن كان مكثرا. മനോഹരമായ കവിതകൾ വിശദീകരിക്കുന്നില്ല. നിന്റെ വായിലുള്ള നാവ് നിനക്ക് അലങ്കാരമാ. നിന്റെ വായിലുള്ള നാവ് നിനക്ക് അലങ്കാരം അനിവാര്യമല്ല. അലങ്കാരമാണ് അനിവാര്യമല്ല. എന്ന മിണ്ടാതിരിക്കലാണ് എപ്പോഴും നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും നല്ലത്. എന്റെ വല്യമ്മ മരിച്ചുപോയി, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എപ്പോഴും പറയും, ചെറുപ്പത്തിലൊക്കെ ഞങ്ങളൊക്കെ എന്തിനൊക്കെ തർക്കുത്തരൊക്കെ പറയും, നാവേ പല്ലിനെ കളയിക്കല്ലേ. ഇങ്ങനെ വല്യപ്പൂപ്പ പറയാറുണ്ട്, മോനെ എന്ന് പറയാറുണ്ട്. നാവേ പല്ലിനെ കളയിക്കല്ലേ, മിണ്ടാതിരുന്നോളൂ, നിനക്കതാ നല്ലത്. ചില ആളുകളുണ്ട്, കേട്ടതൊക്കെ പറയാ, കണ്ടതൊക്കെ പറയാ. കണ്ടത് മുഴുവൻ പറയാൻ നിന്നാൽ, കേട്ടത് മുഴുവൻ പറയാൻ നിന്നാൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാവിൽ കളവ് വരാൻ അത് മതിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാണൊക്കെ പറയുന്നത്? ഇവിടെ ഞാൻ വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ മോശക്കാരനാകുമോ? അതിന്റെ പേരിൽ ഒരു സങ്കടമോ? നീ ഒന്നും മിണ്ടാതിരുന്നതിന്റെ പേരിൽ നിനക്ക് വന്നത് ഒരു സങ്കടമാണ് എങ്കിൽ, നീ അവിടെ മിണ്ടിയിരുന്നുവെങ്കിൽ നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സങ്കടം നീ അനുഭവിക്കേണ്ടി വരുമായിരുന്നുവെന്ന് നാവിനെ കുറിച്ച് പറയുന്നത് ഒരു അലങ്കാരമാണ്. എന്റെ ചെറുപ്പത്തില് റേഡിയോയില് വാർത്ത കേട്ട കാലഘട്ടത്തിൽ ഞായറാഴ്ച 12:50 ഉച്ച സമയത്ത് കൗതുക വാർത്ത എന്ന് പറയുന്ന ഒരു വാർത്ത കേട്ട അനുഭവം ഞാൻ പറയട്ടെ. കൗതുക വാർത്ത കേട്ടവരാരെല്ലുണ്ടോ? പണ്ട് ഈ റേഡിയോയില് ദൂരദർശനല്ലേ മലയാളം, അതിന്റെ അകത്ത് 12:50 ഞായറാഴ്ച ഉച്ചയ്ക്ക് കൗതുക വാർത്ത ഉണ്ട്. 1 മണിക്ക് മദ്രസ, 11:30 വരെ മദ്രസ കഴിഞ്ഞ് വീട്ടിലെത്തിയ എല്ലാ കാര്യങ്ങളും, ഭക്ഷണം കഴിക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ 12:50 റേഡിയോയിലെ വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് കൗതുക വാർത്ത കേട്ടപ്പോൾ അതിൽ കേട്ടൊരു കൗതുക വാർത്ത ഞാൻ പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. കണ്ണൂർ ജില്ലയില് ഒരു സഹോദരി തെങ്ങിന്റെ മടല പിറക്കാൻ വേണ്ടിയിട്ട് തെങ്ങിന്റെ ചോട്ടിൽ തെങ്ങും പറമ്പിൽ പോയപ്പോ അവരുടെ തലയിലേക്ക് ഒരു ഉണക്കത്തേങ്ങ ചാടി. 30 വയസ്സുകാരിയുടെ തലയിൽ ഉണക്കത്തേങ്ങ ചാടിയപ്പോ അവരുടെ സംസാര ശക്തി നഷ്ടപ്പെട്ടു പോയി. 30 വർഷം അവര് സംസാര ശേഷിയില്ലാതെ ജീവിച്ചു. ഇപ്പൊ അവരുടെ വയസ്സ് 60. കൗതുക വാർത്തയാണ് കേട്ടോ. വായിക്കുന്നത് ഹക്കീം കൂട്ടായി, പണ്ട് ഓർമ്മയല്ലേ? അങ്ങനെ 60 വയസ്സായപ്പോ വീണ്ടും ഒരു തേങ്ങ അവരുടെ തലയിൽ മറ്റൊരു തെങ്ങിന്റെ മുകളിൽ നിന്നും ചാടി. അവരതേപോലെ തന്നെ 30 വർഷങ്ങൾക്ക് ശേഷം മടല് പറക്കാൻ പോയതാ. ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്തല്ല, കൗതുക വാർത്തയിലാണ്. ഞാൻ ഇവിടുന്ന് പോയിട്ട് വിളിച്ചു ചോദിക്കാൻ നിൽക്കരുത്. അങ്ങനെ മറ്റൊരു തേങ്ങ ചാടിയപ്പോ ഇവരുടെ സംസാര ശക്തി തിരിച്ചു കിട്ടി. 30 കൊല്ലം ചികിത്സിച്ചത് വെറുതെ. ഇത് നിർബന്ധമല്ല, നാവ് നിർബന്ധമല്ല. നാവില്ലാത്തൊരു ജീവിയുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്, അറിയോ? പൂച്ച. സഹോദരന്മാർക്ക് പറയണമെന്നുണ്ട്, എന്റെ പെണ്ണുമ്പള നാവില്ലാത്ത ജീവിയാന്ന്. അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാവില്ല. അത് വർക്ക് ചെയ്യുന്നിടത്തിൽ ഇത് വെച്ചുകൊടുക്കണം. ഇടക്കിടക്ക് ഏത് ചെവി വെച്ചുകൊടുക്കണം. അവർക്ക് ഒരുപാട് പറയാനുണ്ടാവും. അത് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെവി വെച്ചുകൊടുക്കണം. നമ്മളൊരു നല്ല മുസ്തമിയാവണം. അത് ഇടക്കിടക്ക് പൊക്കി വിട്ടേക്കാം, നല്ല കാര്യമാണ്. അവരങ്ങനെ കൂടുതൽ പറയട്ടെ.
നമ്മുടെ ഇടക്കിടക്ക് ചെവി വെച്ചു കൊടുത്തില്ലേ കുറെ ചെവികൾ ഇങ്ങനെ പുറത്തുകൂടെ നടക്കുന്നുണ്ട്, എവിടെ ഇതൊന്ന് പറയണ കേൾക്കാൻ വേണ്ടി എന്ന്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ, അങ്ങനത്തെ ചെവി നമ്മുടെ കുടുംബത്തേക്ക് വരാതിരിക്കട്ടെ. ഒരുപാട് പറയുന്നവരാ പെണ്ണുങ്ങൾ, ഒരുപാട് പറയുന്നവരാ. പറയണം, അതൊരു സ്നേഹപ്രകടനമാണ്. അതിന്റെ പൊന്നു ഉസ്താദ് സൂര്യൻ കിട്ടാറില്ല, അത് സ്നേഹപ്രകടനമാണെങ്കിൽ അങ്ങനത്തെ കാര്യമല്ലേ പറഞ്ഞത്. ഏതായാലും ഇത് ഒരു അലങ്കാരമാണ്. നാവില്ലാത്ത ജീവിയാണ് മത്സ്യം. എന്തുകൊണ്ട് നാവ് പോയി? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്, ഇബ്ലീസ് ആദം നബിക്ക് മുന്നേ ഭൂമിയിൽ വന്നു. ആദം നബിക്ക് സുജൂദ് ചെയ്യാത്ത ഇബ്ലീസിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി ഇബ്ലീസ് ആദ്യമായി ഭൂമിയിൽ വരികയാണ്. ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വരുന്നതിന് മുന്നേ ഭൂമിയെ കാണാൻ എന്തൊരു മനോഹരമായ കാഴ്ച. ഭൂമിയിലതാ എല്ലാ സസ്യലതാദികളും എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയെ അള്ളാഹു ഭൂമിയിൽ ഒരുക്കി. ഭൂമിയിൽ വന്ന മനുഷ്യനെ പറ്റി അള്ളാഹു പറഞ്ഞത് വലഖദ് കറംനാ ബനി ആദം, ഭൂമിയിൽ വന്ന മനുഷ്യനെ ആദരിച്ചെന്ന ഖുർആൻ പറഞ്ഞത്. അപ്പൊ ഭൂമി മോശമല്ല, ഭൂമി സ്വർഗമാ, ഭൂമി സ്വർഗമാ, സ്വർഗതുല്യമായ ജീവിതമാ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിന്റെ അവസാന ഭാഗം പറയുന്നുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് എത്തുമ്പോ സ്വർഗത്തിലേക്ക് പിച്ച വെക്കുന്ന ചുവട് വെക്കുന്ന സ്വർഗവാസി അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവോട് പറയുന്ന അനുഗ്രഹത്തിന്റെ ഓർമ്മ വാക്കുകൾ. അല്ലാഹുവേ, സ്വർഗത്തിൽ പിറവി കൊണ്ട മനുഷ്യവർഗത്തിന്റെ തുടർച്ചയായി ഭൂമിയെ നീ സ്വർഗത്തിന്റെ അനന്തരമായി തന്നല്ലോ അല്ലാ. അങ്ങനത്തെ സ്വർഗമാകുന്ന ഭൂമിയിലേക്ക് അള്ളാഹു സർവ്വ അനുഗ്രഹങ്ങളെയും വെച്ചപ്പോ മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഇബ്ലീസ് വന്നുകൊണ്ട് ഭൂമിയിൽ കുപ്രചരണം നടത്താണ്. അങ്ങനെയുണ്ട്. ഇല്ലാത്തത് പറയുന്ന ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. ഇല്ലാത്തത് പറയുന്ന സ്വഭാവം ഇബ്ലീസിന്റെ സ്വഭാവമാ. ആദം നബിയെ കുറിച്ച് അങ്ങ് പറയാൻ തുടങ്ങി. ഇത് കേൾക്കാൻ വേണ്ടി ഭൂമിയിലുള്ള ജീവജാലങ്ങൾ ആരും ചെവി കൊടുക്കാതെ വന്നപ്പോ ഓളം തല്ലി വരുന്ന തിരമാലയുടെ മുന്നിലേക്ക് തത്തിക്കളിച്ച് വന്ന ഒരു മത്സ്യക്കുഞ്ഞിനോട് ഇബ്ലീസ് പറയാണ്, മത്സ്യങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങളെ വേട്ടയാടി പിടിക്കുന്ന ഒരു വേട്ടക്കാരനാണ് ആദം, ഭൂമിയിലേക്ക് വരാൻ സമയമായി എന്ന് ആദം നബിയെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു കൊടുക്കുമ്പോ, ആദം നബിയോട് കുറ്റം പറഞ്ഞു കൊടുക്കുമ്പോ, ഒരു ഫാസിഖായ മനുഷ്യൻ ഒരു വാർത്തയുമായി വന്നാൽ ആ വാർത്ത പ്രചരിപ്പിക്കുന്നതിന് മുന്നേ നിങ്ങൾ ആ വാർത്തയെ സൂക്ഷ്മമായി പരിശോധിക്കണമെന്ന് ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞ ഒരു നിലപാടാണ്. ഇബ്ലീസിന്റെ വാക്ക് കേട്ടത് പാതി കേൾക്കാത്തത് പാതി. മത്സ്യം കടലിന്റെ അഗാധഗർത്തങ്ങളിലുള്ള സർവ്വജീവജാലങ്ങളോടും കണ്ണിൽ കണ്ടതിനോടും കാണാത്തതിനോടും പ്രചരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ആദം നബിയുടെ ഗീബത്ത് പറഞ്ഞു. ആദം നബിയുടെ ഗീബത്ത് പറഞ്ഞ മത്സ്യത്തിന് നാവ് വേണ്ട. ഇതൊരിക്കലും നിർബന്ധമല്ല, ഇതൊരിക്കലും നിർബന്ധമില്ല, ഇതൊരിക്കലും നിർബന്ധമല്ല. എന്നാൽ അവൻ ഇരിക്കുന്നത് അഹങ്കാര ഭാവത്തിലാണ്. എവിടെയാ അവന്റെ മുന്നിലേക്ക് സർവ്വ അവയവങ്ങളും ചെന്നത് വിനയത്തോടുകൂടെ അപേക്ഷയുമായ അള്ളാഹുവിനെ പേടിക്കണേ ഞങ്ങളുടെ കാര്യത്തില്. എവിടെയാ അവൻ ഇരിക്കുന്നത്? ഉയരമുള്ള ഭാഗത്ത്, കാൽമുട്ടിന്റെ താഴെയല്ല അള്ളാഹു നാവിന് വെച്ചത്. ഒരു മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും വലിയ സിസ്റ്റമാറ്റിക്കായ പ്രവർത്തനങ്ങൾ നടക്കുന്ന തലയോട്ടിയിലാ നാവുള്ളത്. കഴുത്തിന് മുകളിൽ നാവ്. 10-32 വെള്ളപ്പെട്ട ആൾക്കാര് ഉറച്ച ഭിത്തിയോടുകൂടെ കാവൽ നിൽക്കുന്ന ദൃഢമായ ഒരു അകത്തളത്തിലാ നാവുള്ളത്. എല്ലിന്റെ പ്രതിബന്ധം അവനില്ല. അവന്റെ താവളത്തിന്റെ എവിടേക്കും അവന് സുഗമമായി ഓടിയെത്താൻ കഴിയും. കയ്യുമുട്ട് നമുക്ക് ഇങ്ങനെ മടക്കാനേ കഴിയും, പുറകോട്ട് മടക്കാൻ പറ്റൂല. കാലുമുട്ട് പുറകോട്ട് മടക്കാനേ പറ്റും, മുന്നോട്ട് മടക്കാൻ കൈ പോലെ പറ്റുന്നില്ല. ചെവി അനങ്ങാതെ അവിടെ എത്ര കാലമായി അവിടെ ഇരിക്കുന്നു. മൂക്കുകൊണ്ട് നമുക്കൊരാളെ വിളിക്കാൻ പറ്റൂല. നല്ല മണം വരുമ്പോ ഒന്ന് വീർപ്പിച്ച് പിടിക്കാനല്ലാതെ ഒന്നും പറ്റൂല. നാവ് അങ്ങനെയല്ല. പല്ലിന്റെ ഇടയിലുള്ള ഭക്ഷണം പോലും കൊത്തിക്കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ദൃഢമായ രീതി നാവിനുണ്ട്. ഒന്ന് തളർത്തിയിട്ടാൽ വായ വിട്ട് പുറത്തു വരുന്ന പ്രകൃതമാവനുണ്ട്.
പറയാനുള്ളത്. മയ്യത്തിന്റെ താടയല്ല് കെട്ടുന്നതിന്റെ രഹസ്യം പറയുന്ന ഫുഖഹാ ഈ കാരണമാ പറഞ്ഞത്. നാവ് വായിലൊതുങ്ങുന്നതല്ലാതെ പുറത്തേക്ക് ചാടാൻ വേണ്ടി വ്യഗ്രതയുള്ളതാ. അങ്ങനത്തെ പ്രകൃതമുള്ള നാവുണ്ടല്ലോ, നാവ് ഒരു അഹങ്കാരിയെ പോലെ പട്ടാളക്കാരുടെ ചുറ്റുമതിലിന്റെ അകത്ത് വളരെ ഈർപ്പത്തോടുകൂടെ ഇടക്കിടക്ക് ചുണ്ടാണെങ്കിലും ഒന്ന് നനച്ചു കൊടുക്കണം, മുഖമൊന്ന് വെള്ളത്തിൽ കഴുകി കൊടുക്കണം, കയ്യും കാലും കഴുകണം, തല ഒന്ന് നനച്ചു കുളിക്കണം. പക്ഷെ നാവിന് നനവെപ്പോഴുമുണ്ട്. നാവ് അങ്ങനെ വലിയ ഒരു ഭാവത്തിൽ നിൽക്കുന്നു, താൻ എന്തോ ആണെന്ന അഹങ്കാരത്തിൽ. ആ നാവിന്റെ മുന്നിൽ നാവിന് അവസരം കൊടുക്കാതെ നിഷേധിച്ചു നിർത്തിക്കൊണ്ട് നാവിനെ നിയന്ത്രിക്കുന്നോടത്താണ് ഒരാളുടെ നോമ്പ് ഫലപ്പെടാൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുണ്ടിന്റെ മനോഹരമായ പുറംഭിത്തിയും തീർത്തതിന്റെ അകത്ത് കിടക്കുന്ന നാവേ. നാവ് അഹങ്കാരത്തിൽ നിൽക്കുന്നോടത്ത് നമുക്ക് നാവിനെ നിയന്ത്രിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വലാ യസ്ഹബ്, നോമ്പുകാരാ, നോമ്പിന്റെ പ്രഭാതം എത്തിക്കഴിഞ്ഞാൽ നിന്റെ നാവ് കൊണ്ട് നീ ബഹളത്തിൽ സംസാരിക്കല്ലേ, ബഹളത്തിൽ സംസാരിക്കല്ലേ. നിന്റെ ശരീരം നോമ്പെടുത്ത ശരീരമാ, ആ ശരീരത്തെ നീ ആദരിക്കൽ നിനക്ക് നിർബന്ധമാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 4000 നബിമാരുടെ കൂടെ നടന്നു മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം. നബിയല്ല ലുഖ്മാൻ പിന്നെയോ അബ്ദാണ്, കൂടാതെ നല്ലൊരു തത്വചിന്തകനാണ്. ഹിക്മത്ത് റബ്ബുന നൽകി ലുഖ്മാനിന്, ഖുർആൻ ശരീഫ് ഇത് വ്യക്തമായി പറയുന്നു. വയസ്സായിരം ജീവിച്ചു ലുഖ്മാൻ എന്ന് റൂഹുൽ ബയാൻ തഫ്സീറിലും കാണുന്നു. 4000 നബിമാർക്കവർ ഖിദ്മത്ത് ചെയ്തിട്ടുമുണ്ടെന്നാണ് തന്റെ റിവായത്ത്. റൂഹുൽ ബയാനിൽ ഒരു 3-4 പേജ് ഇങ്ങനെ ലുഖ്മാനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. എത്ര വലിയ മഹാനാണ് മഹാനായ ലുഖ്മാന്റെ തത്വവചസ്സുകൾ. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത. അല്ലാഹുവിന്റെ ഖുർആനിൽ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്തുൽ ലുഖ്മാൻ. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാൻ ആരാണ്? ദാവൂദ് നബി അലൈഹിസ്സലാം. 1,24,000 വരുന്ന പ്രവാചകന്മാരിൽ 4 പ്രവാചകന്മാർക്ക് അല്ലാഹു വേദഗ്രന്ഥം കൊടുത്തുകൊണ്ട് ആദരിച്ചു മാറ്റി നിർത്തിയപ്പോൾ ആ 4 മഹാന്മാരിൽ ഒരാളാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. അല്ലാഹുവിനെ കുറിച്ച് കേൾക്കാൻ വേണ്ടി മഹാനായ ലുഖ്മാന്റെ മുന്നിൽ വരുന്ന സംഭവത്തെ കുറിച്ച് ഇസ്മാഈൽ അൽ ഹഖൽ ബറൂസവി റൂഹുൽ ബയാനിൽ പറയുന്നുണ്ട്. അല്ലാഹുവിനെ കുറിച്ച് മഹാനായ ലുഖ്മാൻ പറയുന്നത് കേട്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ബോധം കെട്ട് വീണേ. മഹാനായ ലുഖ്മാന്റെ വാക്കുകളുടെ മൂർച്ഛയതാ. ലുഖ്മാൻ അലൈഹിസ്സലാം 4000 നബിമാരുടെ ഖാദിമാണ്. 4000 നബിമാരുടെ നുബുവത്തിന്റെ വഹയിന്റെ വദസ്സുകൾ കേട്ട് ജീവിതത്തിലേക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ലോകം കണ്ട വലിയ തത്വചിന്തകനാണ് ലുഖ്മാൻ നബിയൽ എന്നതാണ് പ്രധാന അഭിപ്രായം. പക്ഷേ നബിമാര് പോലും ഇൽമു പഠിക്കുന്നോടത്ത് ലുഖ്മാൻ മാതൃകയാക്കിയിട്ടുണ്ട്. പൊന്നാര മോനെ വിളിക്കാ 7 വയസ്സിൽ താഴെയുള്ള പ്രായമെന്ന പദപ്രയോഗം നമുക്ക് അറിയിച്ചു തരുന്ന വിധത്തിലുള്ള മഹാനായ ലുഖ്മാന്റെ പ്രയോഗങ്ങൾ കേട്ടോളൂ. യാ ബുനയ്യ ഇന്നൽ ഖുലൂബ മസാരി ഫസ്റ ഫീഹാ ത്വയ്യിബൽ ഖലാം ഫഇൻ ലം യംബുത് കുല്ലുഹു യംബുത് ബഅ്ലുഹു. സയ്യിദുനാ ലുഖ്മാൻ പൊന്നാര മോനെ വിളിച്ചുകൊണ്ട് പറയാ, പൊന്നുമോനെ, മനുഷ്യരുടെ മനസ്സെന്ന് പറഞ്ഞാൽ അതൊരു കൃഷിയിടമാ. നിനക്കും അല്ലാഹു ഒരു കൃഷിയിടം തന്നിട്ടുണ്ട്, ഒരു കൊച്ചു കൃഷിയിടം തന്നിട്ടുണ്ട്. അവിടെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നട്ടുപിടിപ്പിച്ചോ. ഫഇല്ലം യംബുത് കുല്ലുഹു, നട്ടാലത് മുളച്ചു വരുന്നത് നാവിലൂടെ. നീ നട്ട ഒരുപാടിലൊരൽപ്പം നാവിൽ മുളയ്ക്കുന്നു. കൂടുതൽ മുളച്ചില്ലെങ്കിൽ കൂടുതൽ അവിടെ നട്ടോളൂ. കൂടുതൽ നട്ടാൽ കുറച്ച് മാത്രം നാവിൽ മുളയ്ക്കുന്നു. മനസ്സിന്റെ അകത്ത് ഒരുപാട് നല്ലതുണ്ടായാലാ നാവിലൂടെ കുറച്ചെങ്കിലും പുറത്തു വരായെന്ന് മഹാനായ ലുഖ്മാൻ.
നമ്മൾ നേരത്തെ പറഞ്ഞു നോമ്പെന്തിനാ? ലഅല്ലക്കും തത്തഖൂൻ, ഇത് നന്നാവാൻ വേണ്ടിയാ, ഹൃദയം നന്നാവാൻ വേണ്ടിയാ. ലോകത്ത് വന്നു പോയ സർവ്വ സമൂഹത്തോടും അല്ലാഹു പറഞ്ഞത് കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, മുൻപ് കഴിഞ്ഞവരോട് മുഴുവനും നോമ്പിനെ കുറിച്ച് പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, ഹൃദയം നന്നാവാൻ വേണ്ടി. അതുകൊണ്ട് ഹൃദയം നന്നായ നോമ്പേ, നീയാണ് സിറാത്ത് എന്ന പാലത്തിലെ രക്ഷ, നീയാണ് മരണനേരത്തെ രക്ഷ. അങ്ങനത്തെ ഒരു നോമ്പ് അല്ലാഹു നമുക്ക് തരട്ടെ. അതിന് റസൂലുള്ളാഹി പറഞ്ഞതായ ഔഷധമാണ്. നിന്റെ നോമ്പിന്റെ ദിവസം എത്തിയാൽ നാവ് കൊണ്ട് വൃത്തിയില്ലാത്തതൊന്നും പറയല്ലേ. നിന്റെ നോമ്പ് അല്ലാഹു കബൂലാക്കണമെങ്കിൽ നാവ് കൊണ്ട് വൃത്തിയില്ലാത്തതൊന്നും പറയല്ലേ. ഞാൻ വിശദീകരിക്കുന്നില്ല. എന്റെ സഹോദരന്മാരെ, അങ്ങനെ നമ്മളൊരു നോമ്പെടുത്തു, നാവ് കൊണ്ട് വൃത്തിയില്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല, നല്ല നോമ്പെടുത്തത്. ഈ നോമ്പ് അല്ലാഹു കബൂലാക്കിയോ? നമുക്കൊന്ന് തിരിച്ചറിയണ്ടേ, ഈ നോമ്പ് അല്ലാഹു കബൂലാക്കിയോ? നമ്മുടെ നാവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ നാവ് നല്ല നോമ്പാ എടുത്തിട്ടുള്ളത്. നോമ്പുകാരാ, നിന്റെ നാവിനും നോമ്പായിരുന്നു, നിന്റെ കണ്ണിനും നോമ്പായിരുന്നു, നിന്റെ കാതിനും നോമ്പായിരുന്നു, എല്ലാത്തിനും നോമ്പായിരുന്നു. വയറ് മാത്രമല്ല, എല്ലാത്തിനും നോമ്പായിരുന്നു. നീ അങ്ങനെ നോമ്പെടുത്ത് അള്ളാന്റെ പൊരുത്തത്തിലാ. നിന്റെ വായക്കൊരു ചവർപ്പ് വന്നില്ലേ, അതിനെ നീ മോശമായിട്ട് കാണല്ലോ. നീ നോമ്പെടുത്തതിന്റെ പേരിൽ ഒരു ദുർഗന്ധം വന്നത് മോശമായിട്ട് കാണല്ലേ. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഖുലൂഫു ഫമിസ്വാഇമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്കി സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം. റസൂലുള്ളാഹി ഒരു ഗൗരവമുള്ള കാര്യം പറയാ. നോമ്പുകാരാ, നീ നോമ്പെടുത്തതിന്റെ പേരിലാ നിന്റെ വായക്ക് ചവർപ്പ് വന്നതും ഒരു ദുർഗന്ധം വന്നതും മോശമായി കാണണ്ടട്ടോ. ഗൗരവം പറയുന്നോടത്ത് സത്യം മാത്രം പറഞ്ഞ നബി സത്യം ചെയ്തു പറഞ്ഞു. നബി എന്ത് പറഞ്ഞാലും സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യ എന്നാലും സത്യം ചെയ്തു പറഞ്ഞു. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, അല്ലാഹു തന്നെയാണ് സത്യം. ലഖുലൂഫു ഫമിസ്വാഇമി അത്യബു ഇൻദല്ലാഹ്, നോമ്പുകാരൻ നോമ്പെടുത്തപ്പോൾ വന്ന വായന്റെ പകർച്ച, അതിലൂടെ വന്ന വാസന, അതിനെ അല്ലാഹ് പരിഗണിച്ചത് നിന്റെ നോമ്പ് പരിഗണിച്ചപ്പോൾ അതിനെയും പരിഗണിച്ചു അല്ലാഹ്. നോമ്പുകാരാ, നിന്റെ ചിരി പോലും അല്ലാഹു പരിഗണിച്ചു. ആ പരിഗണന ഏതുപോലെ എന്നറിയുമോ? അത്യബു, ഏറ്റവും സുഗന്ധം, അഫ്അലു തഫ്ളീൽ, സൂപ്പർലേറ്റീവ്, അത്യബു ഇൻദല്ലാഹ് മിൻ റീഹിൽ മിസ്കി, മനുഷ്യന്റെ നാസരന്ധ്രങ്ങൾ കൊണ്ട് അവൻ അറിഞ്ഞ ഏറ്റവും വലിയ സുഗന്ധം എന്ന് പറയാൻ പറ്റുന്നത് കസ്തൂരിയ. കസ്തൂരി വാസനിച്ചവരോടുണ്ടോന്ന് ചോദിച്ചില്ല, പക്ഷെ കസ്തൂരിക്ക് മണമുണ്ടെന്നുള്ള അറിയാം. കസ്തൂരി വാസനിച്ചവനെ കണ്ടവനുണ്ടോ എന്ന് ചോദിച്ചാലും ഒരുപക്ഷെ ഇവിടെയില്ല. പക്ഷെ നമുക്ക് നമ്മുടെ നാസരന്ധ്രങ്ങൾ കൊണ്ട് നാം വാസനിച്ച ഏറ്റവും വലിയ സുഗന്ധം എന്ന് പറയാൻ മനുഷ്യവർഗത്തിൽ ഒരാൾക്കെങ്കിലും പറയാൻ പറ്റുന്നത് കസ്തൂരിയ. കസ്തൂരി എന്ന് പറഞ്ഞ ഒരു മാനദണ്ഡത്തിലൂടെ ആ സുഗന്ധത്തിന്റെ ആധിക്യത്തെ പരിചയപ്പെടുത്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തുയബ്, അതിനേക്കാളും സുഗന്ധം എന്നല്ല പറഞ്ഞത്, അതിനേക്കാളും ഏറ്റവും ആ തുയബ്. എന്തിനെ പറ്റി പറഞ്ഞത്? ഒരു നോമ്പുകാരന്റെ വായ പകർച്ചയായത് പോലും പരിശുദ്ധ റസൂൽ ചർച്ചയാക്കിയെങ്കിൽ നോമ്പുകാരാ, നിന്റെ നോമ്പ് നോമ്പാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഖുലൂഫു ഫമിസ്വാഇമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. ഖബൂലായ നോമ്പ അറിയണ്ടേ? ഖബൂലായ നോമ്പിനെ തിരിച്ചറിയണ്ടേ? ഖബൂലായ നോമ്പിനെ തിരിച്ചറിയാൻ രണ്ടടയാളമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഖബൂലായ നോമ്പിന് വേണ്ടുന്നതായ ഒരു പാഠശാലയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഖബൂലായ നോമ്പിനെ തിരിച്ചറിയാൻ രണ്ടടയാളം, അത് രണ്ട് സന്തോഷമാണ്. ഒരു നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഒരടയാളം ഭൂമിയിലുണ്ട്, മറ്റേ അടയാളം ആഖിറത്തിലാ. അല്ലാഹു രണ്ട് നമുക്ക് തരട്ടെ. രണ്ട് സന്തോഷമാ, രണ്ടടയാളം. നമ്മുടെ നോമ്പ് അല്ലാഹു കബൂലാക്കിയോ തിരിച്ചറിയാം രണ്ടടയാളം. ഒന്ന് ഭൂമിയിലാ, ഒന്ന് ആഖിറത്തിലാ. ഭൂമിയിലുള്ളത് പറയാം, അപ്പൊ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മുടെ നോമ്പ് കബൂലാണോ. കഴിഞ്ഞ കൊല്ലത്തെ നോമ്പിനെ കുറിച്ചൊന്ന് സങ്കല്പിക്കാം. ആ രണ്ട് സന്തോഷത്തെ അവന് കൃത്യമായി അറിയാൻ കഴിയും. ഒന്നാമത്തെ സന്തോഷം അവൻ നോമ്പ് തുറക്കുന്ന നേരത്തെ അവനൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം അവന് ഉണ്ടായോ അവന്റെ നോമ്പ് കബൂല, അവന്റെ നോമ്പ് കൊണ്ട് രക്ഷയാ, ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന നോമ്പ, ശരീരത്തിന്റെ നികുതി എന്ന് പറഞ്ഞ് സ്വീകരിക്കപ്പെടാവുന്ന നോമ്പ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തെ അടയാളം ഇവിടെയാ, രണ്ടാമത്തെ അടയാളം ആഖിറത്തിലാ. ഇവിടുത്തെ അടയാളം എന്താ? നോമ്പ് തുറയുടെ നേരത്തെ സന്തോഷ. ആ സന്തോഷം ഉണ്ടായിട്ടുള്ളവർക്കൊന്ന് കൈ നോക്കി.
ഇവിടെ നോമ്പ് ഫർളായവർ അറിയില്ല എന്ന് തോന്നുന്നു. ആ സന്തോഷം ഒക്കെ എല്ലാവർക്കും ഉണ്ട്. ആ വൈകുന്നേരം 5:45 ഇത്താമാര് ഇറച്ചിക്കറിയൊക്കെ താളിക്കണം മണമൊക്കെ അതിലങ്ങനെ പോകുമ്പോ പള്ളിയിലേക്ക് പോണ വഴിക്ക് അല്ലേ ഭയങ്കര സന്തോഷം. ഇന്ന് ഇവിടെ നോമ്പോറൊക്കെ ഒന്ന് വിളിച്ചേർന്നെങ്കി അല്ലേ ഒരു സന്തോഷം. ആ സമൂസയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആ ചെക്കന്മാര് കൊണ്ടുവന്ന് കൊട്ടി അങ്ങോട്ട് ഇടുമ്പോ ആ ബേസിലേക്ക് ഇടുമ്പോ ഇങ്ങനെ നെത്തി നോക്കും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. കാരൊക്കെ വലിപ്പം കുറവാണല്ലോ, ഇന്നലെ വലുതായിരുന്നല്ലോ. സുബ്ഹാനല്ലാഹിൽ അസീം. നോമ്പ് തുറയുടെ നേരത്തെ ഇങ്ങനെ തസ്ബീഹും ചൊല്ല അങ്ങനെ നോക്കാം. എന്നാലും മരുമോളോടൊന്ന് ചോദിച്ചു, മോളിന്ന് എന്താ നോമ്പ്? സന്തോഷമാണ് നോമ്പ് തുറ അല്ലേ. ചില ആൾക്കാരുടെ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാവിലേക്ക് ഒന്ന് കത്തിച്ചു വിടില്ല. ഞങ്ങളുടെ നാട്ടിൽ കള്ളം വന്നപ്പോ കള്ളനെ പിടിക്കാൻ വേണ്ടി 2 പേര് വാർക്കപ്പുറത്ത് കയറിയിരുന്നു. കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചേരം ഇരുന്നപ്പോ ബോറടിച്ചു. ഇവര് വിചാരിച്ച സമയത്ത് കള്ളം വരില്ലല്ലോ. അപ്പൊ കയ്യിലുണ്ടായിരുന്ന വീഡിയോ കത്തിച്ച് അങ്ങോട്ട് വലിയ ഒടുങ്ങി. വീഡിയോ വലിയ കമ്പനിയായി. അവസാനം പുറത്തിറങ്ങി കള്ളന്റെ വഴിക്കും പോയി. അപ്പൊ ഇങ്ങനെ പുക കൊടുക്കാൻ വേണ്ടി ഒരു സന്തോഷമുണ്ട് നോമ്പ് തുറയുടെ നേരത്ത്. നോമ്പ് തുറയുടെ നേരത്ത് സമൂസയുടെ സന്തോഷം അല്ല. ഞാനൊരിക്കൽ സാഹിബിന്റെ പള്ളിയുടെ പുറത്ത് ഒരു ഉച്ച സമയത്ത് ഓണത്തിന്റെ ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് സ്കൂൾ ഗ്രൗണ്ടിന്റെ പരിസരത്തോട് ഇങ്ങനെ പോയപ്പോ ഒരു ഗ്രൗണ്ടിന്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് വായില് സ്പൂണ് കടിച്ചു പിടിച്ചിട്ട് കുറച്ച് ടീച്ചർമാര്, അതായത് സാരി ഉടുത്ത കുറെ സഹോദരിമാര് സ്പൂൺ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ഓടുന്നുണ്ട്. സ്പൂൺ എന്തോ സാധനം കടിച്ചു പിടിച്ച് ഓടുന്നു. അപ്പൊ ഞാൻ എന്റെ കൂടെ ഉള്ളവർ ചോദിച്ചു, എന്താണ് കാണുന്നത്? അത് ഓണക്കളിയാണ് ഉസ്താദേ. എന്തോ ഓണക്കളി? അവര് കടിച്ചു പിടിച്ചിരിക്കുന്ന ആ സാധനത്തിന്റെ മുകളിൽ ഒരു ചെറിയ തീനാളമുണ്ട്. അത് കെടാതെ അണയാതെ ആ പോസ്റ്റ് മുതൽ ഈ പോസ്റ്റ് വരെ ആദ്യം നടന്നെത്തുന്ന ആളാരോ അയാൾക്ക് സമ്മാനം. അയാളെ വിജയിക്കാം. ആ കൊള്ളാലോ, പെണ്ണുങ്ങളെ ഏൽപ്പിച്ച് നന്നായി. ഇപ്പോഴാണെങ്കിൽ ഈ ഫ്രീക്കന്മാരുടെ താടിയും മുടിയും കണ്ട പെട്ടി ഓട്ടോറിക്ഷയിൽ വൈക്കോല് കയറ്റിയ മാതിരിയാ. അവന്മാരൊക്കെയാണ് ഈ കത്തിച്ചു പിടിച്ച തീനാളവുമായിട്ട് ഓടണമെങ്കിൽ നേരെ ചെല്ലണ വഴിയല്ല വെള്ളത്തിൽ മുക്കിയിട്ടോണം മാറ്റാൻ. കാരണം തീ പിടിക്കത്. ടീച്ചർമാർക്ക് പിന്നെ മീശയും തടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അവര് കടിച്ചു പിടിച്ചിട്ട് ആ അറ്റത്തുനിന്ന് ഈ അറ്റത്തേക്ക് ഓടി. ആദ്യം എത്തിയ ആള്, ഇത് കെടാതെ എത്തിയ ആള് സമ്മാനമുണ്ടേ. സുബഹി മുതൽക്ക് അന്നവും പാനോ ഉപേക്ഷിച്ചുകൊണ്ട് ഓടാ മഗ്രിബ് വരെ. പടച്ചോനെ, നോമ്പ് പിടിച്ച നേരത്ത് ഹറാമ് പറഞ്ഞില്ല, ഹറാമ് ഞാൻ കണ്ടില്ല. അല്ലാഹുമ്മ ലക്കസും നിനക്ക് വേണ്ടി ഞാൻ നോമ്പെടുത്തു. സുബഹിക്ക് തുടങ്ങിയ ഓട്ട പടച്ചോനെ, തെറ്റൊന്നും സംഭവിച്ചില്ല. മഗ്രിബ് വാങ്കുളിക്കണു. അൽഹംദുലില്ലാഹ്, എന്റെ കയ്യിൽ നീ ഏൽപ്പിച്ച ഈ തീനാളം കെട്ടുപോയിട്ടില്ല. സുബഹിക്ക് തുടങ്ങിയത് അതൊരു പ്രതിജ്ഞയായിരുന്നു. തൽക്കാലം താവളം മഗ്രിബിന്റെ സമയം ഭക്ഷണം കൊണ്ട് ഉദരത്തിന്റെ നോമ്പ് തുറന്നു. റമളാന്റെ 1 മുതൽക്ക് നമ്മൾ തുടങ്ങിയതാ. പെരുന്നാളിന്റെ നിലാവ് കാണണവരെ വലിയ ഓട്ടം നമുക്കുണ്ട്. ഇടത്താവളത്തിൽ അവിടെ നിൽക്കാൻ അങ്ങോട്ട് ഓടാനുണ്ട്. ഈ തീ അണയാൻ പാടില്ല. നോമ്പ് തുറയുടെ നേരത്തെ ആ സന്തോഷം സത്യവിശ്വാസിയുടെ നോമ്പ് കബൂലായതിന്റെ അടയാളം. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ സന്തോഷം, ഫഇദാ ലഖിയ റബ്ബഹു ഫരിഹ ഫി സൗമിഹി ഫരിഹ ബി സൗമിഹി. രണ്ടാമത്തെ സന്തോഷം ആഖിറത്തിലാണെന്ന് പറഞ്ഞില്ലേ? അല്ലാഹനെ കാണാൻ ഭാഗ്യം. അല്ലാഹനെ കാണാൻ ഭാഗ്യം. അല്ലാഹുവിനെ കാണാൻ ഭാഗ്യം നോമ്പുകാരനാണ്. അല്ലാഹുവിനെ കാണണം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. നമ്മളൊക്കെ അമല് ചെയ്യുന്നു സ്വർഗത്തിന് വേണ്ടിയാണോ? അങ്ങനെ ചിന്തിക്കുന്നവർ എന്റെ മുന്നിലുണ്ടോ? വേണ്ട. സ്വർഗത്തെ കിട്ടാൻ വേണ്ടി, സ്വർഗത്തിന്റെ അകത്തെത്താൻ വേണ്ടി ആരും അമല് ചെയ്യണ്ട. അങ്ങനെ ഉള്ളതല്ല അമല്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിലുണ്ടല്ലോ ഹദീസ്, ലൻ യുദ്ഖില അഹദൻ അമലുഹുൽ ജന്ന. ഒരാളും ചെയ്യുന്ന അമൽ അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കൂല. നബി മുഹമ്മദ് മുസ്തഫ. ആരാ പറയുന്നത്? പാതിരാവിന്റെ നിശബ്ദതയിൽ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞതിന്റെ ഗദ്ഗതം കേട്ടുകൊണ്ട് ചാടി ഉണർന്ന ഇശാ ബീവിയുടെ കാലിന്റെ വെള്ള കൊണ്ട് ഒലിച്ചിറങ്ങിയ കണ്ണുനീരിന്റെ തണുപ്പ് തൊട്ടറിയാൻ കഴിയും വിധം സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞത്. ഞാനെന്ന പരാപര വെളിച്ചത്തിലേക്ക് തേങ്ങലടിച്ച് കരയുന്ന പുന്നാരപ്പൂമാന്റെ സുജൂദിൽ കിടക്കുന്ന ശരീരത്തെ ഒന്ന് കണ്ടപ്പോ മരിച്ചു പോകുന്ന സക്കറാത്തിന്റെ പെടച്ചിലാണോ എന്ന് പോലും ഞാൻ വിചാരിച്ചു പോയി എന്ന് പറയുന്ന ബുദ്ധിയുള്ള പെണ്ണേ ആയിഷ. അങ്ങനെ നിസ്കരിച്ച നബി കാലില് നീര് തളം കെട്ടി നിന്ന് നിസ്കരിച്ചപ്പോ നീരൊന്നും വന്നില്ലെങ്കിലും കസേരപ്പുറത്തിരുന്നു കൊണ്ട് അഭ്യാസം കാണിക്കുന്ന നമ്മോടിത് പറഞ്ഞിട്ട് കാര്യമില്ല.
അല്ലാഹുവിന്റെ ഹബീബ് വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ മഅറൂഫുൻ മിനൽ ഫജ്രി സാതിഉ. ഹൈതം ഇബ്നു അബീ സിനാനിൽ നിന്നും ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. സ്വഹാബി പ്രകീർത്തിച്ചു പാടി. അബ്ദുല്ലാഹ് ബിൻ റവാഹ പുന്നാര നബിയുടെ പ്രകീർത്തനം പാടി. ഉഷസിന്റെ ഉദയ നേരത്ത്, അതായത് തഹജ്ജുദിന്റെ നേരത്ത് എഴുന്നേറ്റ് വന്നുകൊണ്ട് ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാരുടെ ശരീരത്തിന്റെ ഭാരം കൊണ്ടും വലിപ്പം കൊണ്ടും അവർ കിടന്നിറങ്ങുന്ന കട്ടിലുകൾ വീർപ്പുമുട്ടുമ്പോ ആയിഷാ ബീവിയുടെ കിടപ്പറയിൽ ശരീരത്തിൽ ഒട്ടിക്കിടക്കുന്ന പുതപ്പ് തട്ടിമാറ്റിയിട്ട് ആയിഷയുടെ കിടപ്പറയിൽ നിന്നും ഹഫ്സയുടെ കിടപ്പറയിൽ നിന്നും എഴുന്നേറ്റ് വന്നുകൊണ്ട് സന്തോഷത്തോടുകൂടെ തഹജ്ജുദിന്റെ നേരത്ത് ഒറ്റക്കിരുന്ന് ഖുർആൻ ഓതുന്ന നബിയേ മുഹമ്മദ് മുസ്തഫ. ഒരാളും അമൽ കൊണ്ട് സ്വർഗത്തിലേക്കില്ല എന്ന് പറഞ്ഞപ്പോ തിരിച്ചു ചോദിക്കാൻ സ്വഹാബി ഒന്ന് ഭയന്നു. എങ്ങനെ ചോദിക്കും? പക്ഷേ ഉപചോദ്യം ഉന്നയിക്കാൻ സമയം വൈകി. വഖീല, ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, അങ്ങും അതാ അമൽ കൊണ്ട് സ്വർഗം പുൽകൂല നബിയേ. ചോദ്യം പറയാൻ വൈകിയപ്പോൾ അതാ പ്രതിവചനത്തിന് കാലതാമസമില്ല. ഹബീബിന്റെ പ്രതിവചനം വന്നു. വലാ അന, ഞാനും അള്ളാന്റെ സ്വർഗം അമൽ കൊണ്ട് കരസ്ഥമാക്കൂല. വലാകിൻ യതഗമ്മദനി അല്ലാഹു ബിഫദ്ലിൻ വറഹ്മാ. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടും അവന്റെ കൃപാകടാക്ഷം കൊണ്ടുമല്ലാതെ അള്ളാന്റെ സ്വർഗം എനിക്കുമില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോടത്തിലാ നമ്മൾ ആലോചിക്കേണ്ടത്. അമൽ കൊണ്ട് സ്വർഗം വാങ്ങാനുള്ളവരാണോ നമ്മൾ? അല്ല സഹോദര, നമ്മൾ അമൽ ചെയ്യുന്നത് ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. അൽ കഹ്ഫിന്റെ അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹനെ ഒന്ന് കാണാൻ, അല്ലാഹനെ ഒന്ന് കാണാനായി ആയുസ്സിന്റെ ഒടുക്കം വരെ നമ്മൾ അമൽ ചെയ്യാ. അല്ലാഹനെ ഒന്ന് കാണാനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാ. അല്ലാഹനെ ഒന്ന് കാണാനാ സ്വലാത്ത് ചൊല്ലാ. അല്ലാഹനെ ഒന്ന് കാണാനാ തറാവീഹ് നിസ്കരിക്കാ. അല്ലാഹനെ ഒന്ന് കാണലാ സ്വർഗം കിട്ടലല്ല. അല്ലാഹന്റെ കാഴ്ച കൊള്ളത് സ്വർഗത്തിലാ. അതുവഴി സ്വർഗത്തിൽ കാണലാ, സ്വർഗത്തിലെത്തല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹനെ കാണാ എന്നത് എത്ര വലിയ ഭാഗ്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്നും നേർക്കുനേർ വഹയി കേട്ട പ്രവാചകനാ. അള്ളാഹുവിന്റെ കലീം എന്ന പദവിയുള്ള മൂസാ നബിയാ. കലീം എന്ന പദവിയുള്ള നബി. കലീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സംഭാഷണത്തിന്റെ സാക്ഷി എന്ന പദവി. മാനവകുലം കണ്ട മൂന്നാമത്തെ മഹാൻ. വലമ്മാ ജാഅ മൂസാ ലിമീഖാതിനാ വകല്ലമഹു റബ്ബു ഖാല റബ്ബി അരിനീ അൻദുർ ഇലൈക ഖാല ലാ തറാനി വലകിൻ അൻദുർ ഇലൽ ജബൽ ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ ജഅലഹു ദക്ക വഖറ മൂസാ صعقا فلما أفاق قال سبحانك تبت إليك وأنا أول المؤمنين. അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ചങ്കോറ്റമുള്ള പ്രവാചകൻ അള്ളാനെ കാണുമെന്ന് വിശ്വസിച്ചു പോയിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. ഇമാം നവവി ശറഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്, ഇമ്പോസിബിളായ ഒന്നും അള്ളാനോട് ഒരു നബി ചോദിക്കാൻ പാടില്ല. പോസിബിലിറ്റി ഉണ്ട്, സാധ്യതയുണ്ട്. ചോദിക്കുമ്പോൾ മൂസാ നബിക്കറിയാം ഒരാൾക്ക് അള്ളാനെ കാണാൻ ഭൂമിയിൽ അവസരമുണ്ടെന്ന്. ആ ഒരാൾ കലീം എന്ന പദവി വരെ എത്തിയ ഞാനായിരിക്കുമോ എന്ന് മോഹിച്ചു. അള്ളാഹുവോട് ചോദിച്ചു, അരിനി ഒന്ന് കാണണം റബ്ബേ. അല്ല ഉടനെ പറഞ്ഞു, ലൻ തറാനി, ഒരിക്കലും സാധ്യതയില്ല, ഒരിക്കലും കാണൂല. വലാകിൻ, എന്നാലും ഒരു ചാൻസ് ഉണ്ട് മൂസാ നബിയെ. ഉൻദുർ ഇലൽ ജബൽ, ആകാശമുട്ട ഉയർന്നു നിന്നുകൊണ്ട് അമ്പിളിയോട് കിന്നാരം പിണയുന്ന തൂര് സീനാ പർവ്വതത്തിന്റെ പാറക്കെട്ടുകൾ ഫൈൻ ഇസ്തഖറ മകാനഹു, അവിടെ അതാ നില ഉറപ്പിച്ചു നിൽക്കുന്നുവെങ്കിൽ ഫസൗഫ തറാനി, മണിക്കൂർ
മണിക്കൂർ കാത്തു നിന്ന ഒരു പക്ഷേ എന്നെ കാണാൻ പറ്റുമെന്ന് മൂസാ നബിയോട് അള്ളാഹുവിന്റെ പ്രതികരണം വന്നപ്പോ ഫലമ്മാ തജല്ലാ റബ്ബുഹു, അള്ളാഹുവിന്റെ തജല്ലിയത്ത് വന്നപ്പോ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വെളിച്ചത്തിന്റെ അള്ളാഹുവിന്റെ വെളിച്ചത്തിന്റെ ഒരു മങ്ങലങ്ങ് അടിച്ചപ്പോ തജല്ല എന്ന് പറഞ്ഞ നമ്മള് സാധാരണ ടോർച്ച് ആകാശത്തേക്ക് അടിക്കുമ്പോൾ ഒരു വെളിച്ചം ഇങ്ങനെ പോണ പോലെ തോന്നും. പക്ഷെ അത് എവിടെ തടഞ്ഞാൽ ആ വെളിച്ചം അനുഭവപ്പെടാം. ആ സഞ്ചരിക്കുന്ന ആ പ്രകാശരശ്മിക്ക് തജല്ല പറയാ. തമിഴ്നാട്ടിൽ നിന്ന് ബോഡിമേട്ട് വഴി ഒരു കാർ ഇങ്ങനെ കയറി വരാണെങ്കിൽ, അല്ലെങ്കിൽ മുകളിൽ നിന്ന് ഒരു വണ്ടി ഇങ്ങനെ ഇറങ്ങി വരാണെങ്കിൽ, ആ ടോർച്ചിന്റെ ലൈറ്റിന്റെ വെട്ടം ഇങ്ങനെ പോകുമ്പോ ആ വെട്ടം ഇങ്ങനെ ഒരു തജല്ല. പണ്ട് ഓടിട്ട വീടിന്റെ വിടവിലൂടെ കോഴിമുട്ടയുടെ ആകൃതിയിൽ പ്രകാശം വന്നത് ഓർക്കുണ്ടാവും അല്ലേ? പ്രകാശം നിലത്ത് വീണോടത്ത് പ്രകാശം കണ്ടു. പക്ഷെ അത് വരുന്ന ആ ഒരു എന്തോ ഒരു ചാല് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. അത് തജല്ല റബ്ബുഹു ലിൽ ജബൽ. ആ തജല്ലിയത്ത് മാത്രമേ ഉണ്ടായുള്ളൂ തുരുസീന പർവ്വതത്തിന്റെ പാറക്കെട്ടിലേക്ക്. മഹാനായ ഇമാം ഹാക്കിം മുസ്തദറക്കിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യ ശരീരത്തിന്റെ ചെറുവിരലിന്റെ തുമ്പത്രയോ അത്രയോ ഒന്ന് കാണിച്ചിട്ട് ഇതേ ഉള്ളൂ ഞാൻ, എന്നെ ഇങ്ങനെ കണ്ടാൽ മതി. സഹൽ ഫൈസിയെ കാണാൻ വന്ന ആളോട് വിരലിന്റെ തുമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞത് ഇത്രയും കണ്ടാൽ മതി, സഹൽ ഫൈസിനെ കണ്ടു നീ പോയിക്കോ എന്ന് പറയുന്ന പോലെ മൂസാ നബി അത്രേ കണ്ടിട്ടുള്ളൂ. മനക്കരുത്ത് കൊണ്ട് കിടയറ്റ വ്യക്തി പ്രഭാവമായി മാറിയ റൂഹ് പിടിക്കാൻ വന്ന ഇസ്രായേലിനെ പോലും അടിച്ചോടിച്ച മൂസാ നബി അലൈഹിസ്സലാം. സ്വഹീഹ് മുസ്ലിം അടിച്ചോടിച്ച മൂസാ നബി സ്വഇഖത്തിന്റെ വീഴ്ച വീണു. സ്വഇഖത്തിന്റെ ബോധം കടല്. സൂറന്ന കാഹളത്തിൽ ഓതുമ്പോൾ ഒരു സൃഷ്ടി ഒരിക്കൽ മാത്രം. മൂസാ നബി അന്ന് ബോധം കെടൂല. ദുറുൽ മൻസൂർ ജലാലുദ്ദീൻ സുയൂത്തി സയ്യിദുനാ റസൂലുള്ളാഹി. കാരണം അന്ന് ബോധം കെടേണ്ടത് ഇവിടെ ബോധം കെട്ട് കഴിഞ്ഞു. അല്ലാഹനെ കാണാൻ ഭൂമിയിൽ സാധ്യമല്ലാതെ പോന്നു. മുസ്ലിം ഉമ്മത്തിന്റെ അഖീദയുടെ ആധികാരിക ഗ്രന്ഥത്തിൽ മഹാനായ സയ്യിദുദ്ദീൻ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി ശറഹുൽ അഖായിദിൽ പറഞ്ഞു, ثم صحيح انه عليه الصلاه والسلام انما راى ربه بفؤاده لا بعينه. കണ്ണുകൊണ്ട് ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്ന മനുഷ്യ ശരീരത്തിന്റെ താൽക്കാലിക കഴിവിന് അല്ലാഹു ഖൽബിലേക്ക് കൊടുക്കുക എന്ന ഒരു മാറ്റം മുഹമ്മദ് നബിക്ക് അല്ലാഹു കൊടുത്തു. അല്ലാമ മുഹമ്മദ് അലി പോലും സൂറത്തുൽ ഇസ്രാഇന്റെ മുഖവുര പറയുന്നിടത്ത് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ പോലെ the body was transformed into spiritual fineness. ശരീരം ഒരു ലോലമായ ചൈതന്യ സ്വഭാവത്തിലേക്ക് മാറ്റം ചെയ്യപ്പെട്ട മിഅ്റാജിന്റെ അനുഭവത്തിൽ മുഹമ്മദ് നബിയുടെ കണ്ണിനേക്കാൾ ഖൽബിന് കാഴ്ച കൊടുത്ത് അല്ലാഹനെ കണ്ട കാഴ്ച സത്യവിശ്വാസി നോമ്പെടുത്തുകൊണ്ട് ആഖിറത്തിൽ ചെന്ന് കാണും. ഭൂമിയിൽ മൂസാ നബിക്ക് നിഷേധിക്കപ്പെട്ട കാഴ്ച സത്യവിശ്വാസി ഒരു നോമ്പ് കൊണ്ട് ആഖിറത്തിൽ കാണും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഒരു സന്തോഷമുണ്ട്. അല്ലാഹനെ കാണുമ്പോ ഒരു സന്തോഷമുണ്ട്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്ലേറ്റിൽ എഴുതി അബുൻ എന്ന് തെറ്റുകൂടാതെ എഴുതാൻ അവനറിയാം. അവന്റെ ഉപ്പ പഠിപ്പിച്ചു വിട്ടതാ, അവന്റെ ഉമ്മ പഠിപ്പിച്ചു വിട്ടതാ. ഉസ്താദ് പഠിപ്പിച്ചപ്പോ അവന് എളുപ്പമായി. പിറ്റേ ദിവസം ഡിക്റ്റേഷൻ വെച്ചപ്പോ അവൻ ഒരു പ്രാവശ്യം പറഞ്ഞതേ ഉള്ളൂ, ഉസ്താദ് അബുൻ എന്ന് തെറ്റുകൂടാതെ എഴുതണേ. അവൻ എഴുതി. ഉറപ്പവന് അലിഫും ബാവും ഫത്തഹും ലം തൻവീനും ചേർന്നാൽ അബുൻ. അത് ഫിക്സായി, അത് ഉറപ്പിച്ചു. അവൻ ആരെയും കാണിക്കാതെ കമഴ്ത്തി വെച്ചു. ഉസ്താദ് പറഞ്ഞു, ശരിയായ ഉത്തരം എന്നെ കാണിച്ചു തരുന്നവർക്ക് ഞാൻ സമ്മാനം തരും. ആർക്കും കൊടുക്കാത്ത സമ്മാനം ഞാൻ തരും എന്ന് പറഞ്ഞപ്പോ ഇവന്റെ മുഖത്തൊരു ചിരി വിടർന്നു. ഉസ്താദിന്റെ മുന്നിൽ അവന്റെ അമല് കാണിക്കുമ്പോ ഇത് തെറ്റുള്ളതല്ല. അല്ലാഹനെ കാണുമ്പോ എന്റെ നോമ്പ്, എന്റെ ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് മഹാനായ ഇമാം ബുഖാരി ഇവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്, 70 കൊല്ലം ഇനിയും നടക്കണം. നീ ഇപ്പൊ സ്വർഗത്തിൽ നിന്ന് ഉള്ള ആ ഇടത്തുനിന്ന് നീ 70 കൊല്ലം ഇനിയും നടക്കണം. നരകം കാണാൻ, നരകത്തിന്റെ വിളിയാളം കേൾക്കണമെങ്കിൽ ഒറ്റ നോമ്പ് കൊണ്ട് നീ സ്വർഗത്തിൽ പിടിച്ച സ്ഥാനം ഇനി ഇവിടുന്ന് 70 കൊല്ലം നടക്കണം, നരകത്തിന്റെ ഓരത്തേക്ക് എത്തണമെങ്കിൽ. അത്രയും വലിയ സ്വർഗത്തിന്റെ ഇടത്താവളം, സ്വർഗത്തിന്റെ നടുത്താവളം നിനക്ക് കിട്ടി. പിന്നെയും നീ ഒരു നോമ്പൂടി പിടിച്ച 140 കൊല്ലായി. അങ്ങനെ അങ്ങോട്ട് പോയാ എത്ര നൂറ്റാണ്ട് നീ അകലെയാ. നരകത്തിൽ നിന്ന് നിന്റെ ശരീരത്തെ മാറ്റി നിർത്താ ഒരൊറ്റ നോമ്പ് കൊണ്ട് 70 കൊല്ലം. അല്ലാഹു തരട്ടെ, അല്ലാഹു തരട്ടെ. നമ്മുടെ നോമ്പ് കബൂലാവണം. അല്ലാഹുമ്മ ജഅൽ ഹാദ അശ്ശഹ്റ അശ്ശരീഫൽ അലീം അൽ മുബാറക് റമളാൻ സാഹിദൻ ലനാ ലാ സാഹിദൻ അലൈനാ വജഅൽഹു
ഹുജ്ജത്തുൻ ലനാ ലാ ഹുജ്ജത്തുൻ അലൈനാ. ഈ ദുആ കേൾക്കാത്തവരില്ലല്ലോ. പരിശുദ്ധ റമദാൻ വരുമ്പോൾ അനുഗ്രഹീതമായ മിമ്പറിൽ നിന്നുകൊണ്ട് മിഹ്റാബിൽ വെച്ചുകൊണ്ട് മഹാന്മാരായ ഉസ്താദുമാരെ ദുആരക്കും. പള്ളിയുടെ അകത്തളത്തിൽ അതാ മുഖരിതമാവുന്ന പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്കൊന്നെത്തണേ. ഇത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നോമ്പ് നമുക്ക് അനുകൂലമാവണ്ട മുഅ്മിനേ. അല്ലാഹു 5 കാര്യമാ നമുക്ക് തരാ. നമുക്ക് റമദാൻ അനുകൂലമായാൽ 5 കാര്യാ അല്ലാഹു തരാ. ഒന്നാമത്തേത് കേട്ടോളോ. മഹ്ശറയുടെ കൊടുംചൂടിൽ നമ്മൾ പോയി നിറഞ്ഞു നിൽക്കുമ്പോ റമദാനിന്റെ നോമ്പെടുത്ത ആളുകളാണ് അവരെന്ന് ചൂണ്ടിപ്പറയാൻ വേണ്ടി മലക്കുകൾ പോലും തയ്യാറാകുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അല്ലാഹു അതിലേക്ക് നമ്മെ ചേർത്ത് നിർത്തട്ടെ. ഒന്ന് ആമീൻ പറയുന്നു. എഴുന്നേറ്റ് നിന്ന് 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. റമളാൻ അനുകൂലമായി കഴിഞ്ഞാൽ 5 നേട്ടമാണ് അല്ലാഹു നൽകാൻ നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ നേട്ടം പരകോടി ആളുകൾ സൃഷ്ടിചരാചരങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്ന മഹ്ശറയിൽ അല്ലാഹു കബൂലാക്കിയ നോമ്പെടുത്തവർ ഇതിലുണ്ട്. അവരെ അല്ലാഹുവെ ഒന്ന് തിരിച്ചറിയാൻ പടച്ച തമ്പുരാനെ അവരെ ഒന്ന് മാറ്റി നിർത്തണേ. അതിനവർക്കൊരു അടയാളം കൊടുക്കണേ. റമളാൻ അല്ലാഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് നമുക്ക് വേണ്ടി വാദിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്താണ് അവരെ തിരിച്ചറിയാനുള്ള അടയാളം എന്നറിയുമോ? അവരുടെ ശിരസിൽ ഒരു സ്വർണത്തിന്റെ കിരീടം വെച്ചു കൊടുക്കണേ അല്ലാഹ്. റമദാൻ അനുകൂലമായ ഒന്നാമത് കിട്ടും മഹ്ശറയില് നമുക്ക് സ്വർണത്തിന്റെ ഒരു കിരീടം വെച്ച്, ആ കിരീടം വെച്ചവരൊക്കെ റമദാനിൽ നോമ്പ് പിടിച്ച് അല്ലാഹ് കബൂലാക്കിയവരാ. കണ്ടവർ പോണുണ്ട്. അല്ലാഹു അതിൽ ചേർക്കട്ടെ. അല്ലാഹു അതിൽ നമ്മെ പെടുത്തട്ടെ. ഈ പകലന്തിയോളം പട്ടിണി കിടന്നിട്ട് അതിനൊരു ഗുണം വേണ്ട മുഅ്മിനേ. അങ്ങോട്ട് മാറ്റി നിർത്തും. കിരീടം വെക്കുന്നു ഒരടയാളത്തിന്. ഒന്നാമത്തെ നേട്ടം അതാ റമദാൻ അനുകൂലമായാൽ. രണ്ടാമത്തേത് സിറാത്ത് എന്ന പാലത്തിന്റെ മൂർച്ചയുള്ള ആഗ്രഹത്തിൽ ചെരുപ്പിടാതെ പോകുമ്പോ അവിടെ വെച്ച് വീഴാതെ ഒരു മിന്നൽ പിളരിന്റെ വേഗതയിൽ സഞ്ചരിക്കാൻ ബുറാഖിന്റെ സൗകര്യം കൊടുക്കണം. ഇവൻ നോമ്പ് കബൂലായവനാ. റമദാൻ നമുക്ക് വേണ്ടി അനുകൂലമാകുന്നോടത്ത് അല്ലാഹുവോട് ചോദിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മൂന്നാമത്തേത് സ്വർഗം കിട്ടും. അതോടൊപ്പം ആ സ്വർഗം വേണ്ട, ജന്നാത്തുൽ ഫിർദൗസ് തന്നെ കൊടുക്കണം നോമ്പുകാരന്. സ്വർഗത്തിന്റെ 8 തട്ടുകളിലെ മനോഹരമായ തട്ട് ജന്നാത്തുൽ ഫിർദൗസ. മുത്തുനബി അവിടെയാ, സിദ്ദീഖുൽ അക്ബർ അവിടെയാ, ലോകത്ത് വന്നുപോയ 1,24,000 വരുന്ന പ്രവാചക ശ്രേഷ്ഠർ മുഴുവനും അവിടെയാ. അല്ലാഹുവേ, ഇത് നോമ്പ് കബൂലായ മനുഷ്യനാ, റമളാനാ, ഞാൻ അനുകൂലമായി സാക്ഷി പറയാ, അവന് വേണ്ടി നീ കൊടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. മൂന്നാമത്തെ കാര്യം അതാ ജന്നാത്തുൽ ഫിർദൗസ. 5 കാര്യം അല്ലാഹുവോട് ആവശ്യപ്പെടുന്നു. നാലാമത്തേത് ചോദിക്കാ, പടച്ചവനെ, ആണുങ്ങളാണ് എങ്കിൽ ഇവർക്ക് സ്വർഗത്തിൽ ഒരു നോമ്പിന് 1000 ഹൂറുലീൻ എന്ന രീതിയിൽ ജീവിത പങ്കാളിയെ നീ അവിടെ സജ്ജമാക്കണേ. പെണ്ണാണെങ്കിൽ 1000 തോഴി എന്ന നിലയിൽ അവിടെ സജ്ജമാക്കണേ. നാലാമത് ചോദിക്കുന്നത് അതാണ്. അഞ്ചാമത്തേത് ഇതിനപ്പുറമാ. അഞ്ചാമത്തേത് ചോദിക്കുന്നത് സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസിന്റെ അകത്തളത്തിൽ ഈ പറയപ്പെട്ട അനുഗ്രഹങ്ങൾ മുഴുവനും കിട്ടുമ്പോ അതിലും അപ്പുറം വലിയ ഒരു അനുഗ്രഹമുണ്ട്. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു പോലും കുതിച്ചുപോയി പാതിരാവിന്റെ പരാപര വെളിച്ചത്തിൽ അഷ്റഫുൽ ഖൽഖിനോട് ചോദിച്ച ഒരു വലിയ സൗഭാഗ്യമുണ്ടല്ലോ, മുത്തായ നബിയോട് ചേർന്ന് താമസിക്കാൻ സ്വർഗത്തിൽ ഒരിടം. അല്ലാഹുവേ, നോമ്പ് കബൂലായവനാ, അവനവിടെ താമസിക്കാൻ മുത്തായ നബിയുടെ സ്വർണ്ണ കൊട്ടാരത്തിന്റെ ചാരത്ത് തന്നെ ഒരു വീട് വേണമല്ലാ. ഈ അഞ്ചാമത്തെ സൗഭാഗ്യവും റമളാൻ അല്ലാഹുവിന്റെ മുന്നിൽ നോമ്പ് അനുകൂലമായവന്, റമളാൻ അനുകൂലമായവന് അല്ലാഹുവോട് സുജൂദിൽ കിടന്ന് ആവശ്യപ്പെടുമെന്ന് ഞാൻ പറഞ്ഞതല്ല, നബി മുഹമ്മദ് മുസ്തഫ. ഉപദേശങ്ങളല്ല സഹോദര, ജീവിതത്തിൽ ചിലതൊക്കെ നമ്മൾ പാഠമാക്കേണ്ടതുണ്ട്. കൊറോണയുടെ വലിയ കെടുതി നമ്മുടെ മുന്നിൽ വലിയ
വലിയ പാഠമാ തീർത്തുപോയത്. ആയുസ് ഒടുങ്ങി അവസാനിക്കുന്ന മരണങ്ങൾ വിരളമായി കണ്ടിട്ടുള്ളതാണ്. നമ്മൾ കണ്ടിട്ടുള്ള 10 മരണത്തിൽ 9 എണ്ണവും പെട്ടെന്നുള്ള മരണമാ. 10ാമത്തെ മരണമായിരിക്കും 90 വയസ്സുള്ള ഉപ്പാത വെള്ളം തൊട്ടുകൊടുത്ത് ഉമ്മാത വെള്ളം തൊട്ടുകൊടുത്ത് കുറെ നാൾ കിടന്നിട്ട് 100 വയസ്സൊക്കെ ജീവിച്ചു മരിച്ചത്. പെട്ടെന്നുള്ള മരണങ്ങൾ. ചികിത്സകളൊക്കെ 1000 കഴിഞ്ഞു, 10000 കഴിഞ്ഞു, ലക്ഷം കഴിഞ്ഞു. വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഫേസ്ബുക്ക് ലൈവുകളിലൂടെയും കോടികളുടെ തുക സമ്പാദിച്ചുകൊണ്ടുള്ള ചികിത്സകളിലേക്ക് ജീവിതം മാറി. എപ്പോഴും എവിടെ വെച്ചും എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് ജീവിതത്തിന്റെ താളം തെറ്റിയോടത്ത് ആവർത്തിക്കാത്ത അനുഗ്രഹമായി റമളാനിനെ കാണാൻ കഴിയണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകു തമ്പുരാനെ. ആയുസ്സിൽ ആവർത്തിക്കുന്ന അനുഗ്രഹമായി ഒരുപാട് റമളാനെ വരവേൽക്കാൻ റബ്ബേ, പുണ്യ റമളാനെ സ്നേഹത്തോടുകൂടെ നെഞ്ചോട് ചേർക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറാ ദഅവാഹും ഫിഹാ സുബ്ഹാനക അല്ലാഹുമ്മ വതഹിയ്യതുഹും ഫിഹാ സലാം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.